നമസ്തേ. കർണാടകത്തിലെ ക്ഷേത്രനഗരിയായ ധർമ്മസ്ഥലയിൽ 1000-ഓളം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവു ചെയ്തെന്ന ഒരാളുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകുന്നു. പ്രത്യേക അന്വേഷണ സംഘം 13 ഇടങ്ങളിൽ JCB ഉപയോഗിച്ച് ദിവസങ്ങളോളം കുഴിക്കുന്നു. കിട്ടിയത് 2 ഇടങ്ങളിൽ നിന്നും ഒരു പുരുഷൻ്റെ 3-4 അസ്ഥികഷ്ണങ്ങൾ മാത്രം. ഇവ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. എന്തായാലും SIT ഇപ്പോൾ കുഴിക്കൽ നിർത്തിവച്ചിരിക്കുകയാണ്. വെളിപ്പെടുത്തിയയാളെ SIT ചോദ്യം ചെയ്തപ്പോൾ പരപ്രേരണയാലാണ് അത് ഉണ്ടായത് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ താമസിക്കുന്ന തന്നെ 3 പേർ സമീപിച്ചാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്ന കെട്ടുകഥ പറയിച്ചതെന്നാണ് SITയെ കുഴപ്പിച്ചവൻ്റെ പുതിയ വെളിപ്പെടുത്തൽ. ഇയാൾ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയല്ല. ക്ഷേത്രത്തിന് സമീപത്തെ നേത്രാവതി നദിയുടെ തീരം വൃത്തിയാക്കൽ കരാർ ഏറ്റെടുത്തയാളാണ്. മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റുമായി ഇടഞ്ഞയാൾ. 2003 അനന്യ ഭട്ടിൻ്റെ തിരോധാനവും നുണയായിരുന്നു. ധർമ്മസ്ഥലയുടെ പരിശുദ്ധി കെടുത്താൻ നിക്ഷിപ്ത താൽപ്പര്യമുള്ള ഒരു വിഭാഗം ഒത്തുചേർന്നു. അവരിൽ ഭൂമാഫിയയുണ്ട്, വ്യാജ മദ്യ ലോബിയുണ്ട്, ബ്ലേഡ് പലിശക്കാരുണ്ട്, മതപരിവർത്തന സംഘമുണ്ട്. ഇവരുടെ അജണ്ട ക്ഷേത്രത്തെയും ക്ഷേത്രനഗരിയെയും തകർക്കുക എന്നതായിരുന്നു. അതിനായി ഇവർ ഒന്നിച്ചു. പക്ഷേ കള്ളി വെളിച്ചത്തായിരിക്കുന്നു. ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന വാർത്ത ആവേശത്തോടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ആഘോഷിച്ചപ്പോൾ ഞങ്ങൾ നിശബ്ദരായിരുന്നു. അൽ ജസീറയിൽ കൂടി റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഏകദേശ ചിത്രം ലഭിച്ചു. ഒടുവിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. നമുക്ക് പരിശോധിക്കാം. ധർമ്മസ്ഥലയിലെ ബലാത്സംഗ കൊലകളുടെ തിരക്കഥ ആരുടേത്? BJP സംസ്ഥാന വക്താവ് യുവരാജ് ഗോകുൽ, മാധ്യമപ്രവർത്തകൻ സുരേഷ് കൊച്ചാട്ടിൽ, റിട്ടയേർഡ് SPN സുഭാഷ് ബാബു, ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ മനാഫ്, വിനോദ് മേക്കോത്ത് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ, ബലാത്സംഗത്തിന് ഇരയാക്കി പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ നേത്രാവതി നദിക്കരയിലെ കാട്ടിനകത്ത് കുഴിച്ചിട്ടു. 1998-നും 2014-നും ഇടയിലാണ് ഇത് സംഭവിച്ചത്. 100-ഉം 500-ഉം ഒന്നുമല്ല, 1000-ഓളം നേക്കഡ് ഡെഡ് ബോഡീസ്, അതും സ്ത്രീകളുടേത്. പോലീസിൽ പരാതിപ്പെട്ടയാൾ തലയോട്ടിയുമായിട്ടാണ് സ്റ്റേഷനിൽ കയറി ചെന്നത്. മൃതദേഹങ്ങൾ മറവ് ചെയ്തില്ലെങ്കിൽ അയാളെയും തട്ടിക്കളയും എന്നായിരുന്നു ഭീഷണി. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് അയാളത് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് കഥ വികസിച്ചത്. ഒരു സസ്പെൻസ് ത്രില്ലറിന് പറ്റിയ തിരക്കഥ. തിയേറ്ററിലാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 100 ദിവസം ഓടിയേനെ. പക്ഷേ തിരശീലയ്ക്ക് വെളിയിൽ തിരക്കഥ പൊട്ടിപ്പാളീസായില്ലേ? അതായി അനിൽ, അത് സംശയമില്ല. ബിക്കോസ് ഈ കോൺട്രവേഴ്സി തുടങ്ങിയപ്പോൾ ഞാൻ ഹൈദരാബാദിൽ ആയിരുന്നു. അന്ന് ഹൈദരാബാദിൽ ഞാനൊരു 3 തെലുങ്ക് ന്യൂസ് ചാനൽസിന് ഒരു 1-to-1 ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ ഞാൻ ധർമ്മസ്ഥലയുടെ ഒരു ഹിസ്റ്ററിയും കൊണ്ടാണ് പുറപ്പെട്ടത്, അതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട്. ബിക്കോസ് കുറേ പേർക്ക് അറിയില്ല അതിനെ പറ്റിയിട്ടും. ഒരു ദിഗംബർ ജെയിൻ സെക്റ്റാണ് ഇവർ. ഇവർ ഹിന്ദുസ് എന്ന് പറയാൻ പറ്റില്ല, ദിഗംബർ ജെയിനാണ്. ജെയിൻസ് ഓഫ് കോഴ്സ് ഹിന്ദുക്കളാണ്. കേരളത്തിൽ നമുക്കറിയാം തുടക്കത്തിൽ ഹിന്ദു ജെയിൻസ് ആയിരുന്നു. കേരളത്തിൽ കുറേ മന്ദിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇവർ ഒരു ദിവസം 50,000 പേർക്കാണ് അന്നദാനം കൊടുക്കുന്നത്. അതല്ലാണ്ട് ഈ ധർമ്മസ്ഥലയുടെ വീരേന്ദ്ര ഹെഗ്ഡെ എന്നാണ് അദ്ദേഹമാണ് കുറേ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജൊക്കെ നടന്നത്. കർണാടകത്തിലെ എല്ലാ മഠങ്ങൾക്കുള്ളതാണത്. കർണാടകത്തിൽ ഏത് മഠം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരൊരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയാനുള്ളത് മെഡിക്കൽ കോളേജ് ആവട്ടെ, എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ, ഇങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, ഡിഗ്രി തൊട്ട് സ്കൂൾ വരെ. അതിൻ്റെ ഒരു ത്രെറ്റാണ് കുറേ അവിടെ ഇസ്ലാമിക്, സ്പെഷ്യലി ഇസ്ലാമിസ്റ്റ്. നമുക്ക് ഈ ഏരിയ ധർമ്മസ്ഥലയുടെ ഏരിയ എടുത്തിട്ട് അതിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 16 പള്ളികൾ വന്നിട്ടുണ്ട്. ഈ പള്ളികളെല്ലാം ഒരു ലാസ്റ്റ് ഒരു 5 തൊട്ട് 8 കൊല്ലത്തിലാണ് പള്ളികളെല്ലാം വന്നിരിക്കുന്നത്. നമ്മൾ വെറും ഒരു ഗൂഗിൾ മാപ്പ് എടുത്ത് സെർച്ച് ചെയ്താൽ മതി, കിട്ടും നമുക്ക്. അപ്പോൾ ഈ പള്ളികൾ എങ്ങനെയാണ് അവിടെ എത്തിയത്? ഈ പള്ളികളുടെ പിന്നിൽ ആരാണ് കാശ് ഇറക്കിയിരിക്കുന്നത്?
ഈ ധർമ്മസ്ഥല ഉള്ളത് വരെ അവർക്ക് ആ ഏരിയയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ക്ലിയർ ആയിട്ട് ഇവർക്ക് അറിയാം. അപ്പോൾ ഈ പള്ളികളെ ഈ സ്പോൺസർ ചെയ്യണത് വെസ്റ്റ് ഏഷ്യയിൽ നിന്നാണോ മിഡിൽ ഈസ്റ്റിൽ നിന്നാണോ, കാശ് എവിടെ നിന്നാണ് വരുന്നവർക്ക്, ഇതാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. ബിക്കോസ് ഈ ഒരു മിസ്സിംഗ് കേസിൽ ഞാൻ പറഞ്ഞ മാതിരി ആദ്യത്തെ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, ഷെർലോക്ക് ഹോംസ് എപ്പോഴും ചോദിക്കും ഹൂ ബെനിഫിറ്റ്സ് ഫ്രോം ദിസ് മർഡർ എന്ന് ചോദിക്കും. ഈ കൊലപാതകത്തിൽ നിന്ന് ആർക്കാണ് ഒരു ബെനിഫിറ്റ് എന്ന ഷെർലോക്ക് ഹോംസിൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം. അവിടെ നിന്നാണ് സ്റ്റോറി തുടങ്ങുക. ഞാനും തന്നെ ചോദിച്ചു, ഇതിന്ന് ആർക്കാണ് ബെനിഫിറ്റ്? ഓബ്വിയസ്ലി ബെനിഫിറ്റ് വരുന്നത് വീരേന്ദ്ര ഹെഗ്ഡെയും ധർമ്മസ്ഥല എന്നുള്ളൊരു തീർത്ഥക്ഷേത്രത്തിനെയും കംപ്ലീറ്റ് ആയിട്ട് മാലിഫൈഡ് ആയിട്ട് അവരെ ഒരു തരം എന്താ പറയുക കരുതി തേച്ച് അവരെ കംപ്ലീറ്റ് മാലിഫൈഡ് ആക്കുക, കംപ്ലീറ്റ് ഇൻസൾട്ട് ചെയ്യുക അവർ. അപ്പോൾ ആർക്കാണ് ബെനിഫിറ്റ്? അവിടെയുള്ള അടുത്തുള്ള ബാക്കി പുതിയതായിട്ട് വന്ന പള്ളികളും വേറെ കുറച്ച് സെക്യുലർ ആയിട്ടുള്ള പാർട്ടികളും ഉണ്ട് അവിടെ, അവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ കേസിൽ തുടക്കം തൊട്ട് അനിൽ അറിയാം, ഒരു 2 പേര് കാണാണ്ടായ, വേണ്ട 10 പെൺകുട്ടികളെ കാണാണ്ടായ ഒരു മിസ്സിംഗ് റിപ്പോർട്ട് ഫയൽ ചെയ്യും, ഒരു പെൺകുട്ടിയായാലും ഫയൽ ചെയ്യും. പക്ഷേ ഈ കേസിൽ ആയിരക്കണക്കിന് പെൺകുട്ടികളെ കാണാണ്ടായിട്ടും എങ്ങനെയാണ് ഒരു മിസ്സിംഗ് റിപ്പോർട്ട് അവിടെ വരാണ്ടിരുന്നത്? അതാണ് ഫസ്റ്റ് ചോദ്യം ചോദിക്കേണ്ടത്. പോലീസിന് എന്താണ് ആരും കംപ്ലൈൻറ്റ് ചെയ്യാണ്ടിരുന്നത്? ഈ പെൺകുട്ടികൾ ഏതോ ഒരു വീട്ടിൽ നിന്ന് വന്നതായിരിക്കില്ലേ? അവർ മിസ്സിംഗ് ആണെങ്കിൽ അവരുടെ അമ്മയോ അച്ഛനോ പോലീസ് കേസ് കൊടുക്കും. ശരി, 10 പേര് ചിലപ്പോൾ 2 പേര് കൊടുത്തില്ല എന്നിരിക്കാം, പക്ഷേ ബാക്കി 8 പേര് എന്തായാലും കൊടുക്കുമല്ലോ. എന്താണ് ഈ കേസിൽ വരാണ്ടിരുന്നത്? അതാണ് ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് എൻ്റെ നേരെ ഒരു വലിയൊരു സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. അതെനിക്കറിയാം എവിടുന്ന വന്നതെന്നെല്ലാം എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി, പേരുകൾ കണ്ടാൽ അറിയാം. അതല്ലാണ്ട് അവരോരോ ID വെച്ചിട്ട് അവരെന്നെ അറ്റാക്ക് ചെയ്ത് അവർ ചോദിച്ചത്, നിങ്ങളെന്തിനാണ് ഇയാളെ വീരേന്ദ്ര ഹെഗ്ഡെ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നത്? ഞാൻ ആരെയും ഡിഫെൻഡ് ചെയ്യല്ല. ഒരു ലോജിക്കലായിട്ടുള്ള ഞാനൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത്. മിസ്സിങ് ഈ പെൺകുട്ടികളുടെ റിപ്പോർട്ട് എന്താ ഇല്ലാത്തത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ റിപ്പോർട്ട് എന്താ ഇല്ലാത്തത്? പിന്നെ ഈ ഒരാൾ വന്നപ്പോൾ ഫസ്റ്റ് അയാളുടെ എവിഡൻസ് അങ്ങോട്ട് സിദ്ധരാമയ്യ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തു. ഇതിന് കർണാടകത്തിലൊരു പൊളിറ്റിക്സ് ഉണ്ട് അനിൽ. ഇതിൽ ഈ DK ശിവകുമാർ ഇതിൻ്റെ അഗെയിൻസ്റ്റ് ആയിരുന്നു. നമുക്ക് തുടക്കം തൊട്ട് തന്നെ DK ശിവകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തു ചാടരുത്, ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നുള്ളത്. പക്ഷേ സിദ്ധരാമയ്യ സമ്മതിച്ചു കൊടുത്തില്ല. നമുക്കറിയാം സിദ്ധരാമയ്യ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് അവിടെ. ഇപ്പം ഏത് എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിദ്ധരാമയ്യക്കാണ് അവിടെയുള്ള കോൺഗ്രസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. സിദ്ധരാമയ്യക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു അടുപ്പാണ്. ആരാണ് സെൻട്രൽ ഗവൺമെൻറ് കോൺഗ്രസ് ലീഡർഷിപ്പ് എന്ന് ഈ കർണാടകത്തിൽ ഈ ഒരു എൻക്വയറി നടത്തണം എന്ന് പറഞ്ഞ ഓർഡർ കൊടുത്തു? ഇതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് തന്നെ. അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അത് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം അത് SDPI ആണോ ആരാണോ മനസ്സിലാവും അവിടുന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത്. യെസ്, ശ്രീ സുഭാഷ് ബാബു, കേരള പോലീസിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഈ അപസർപ്പക കഥയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പെട്ടെന്നൊരു വ്യക്തി വന്നതിന് ശേഷം അദ്ദേഹത്തിന് ചില ആളുകളുടെയൊക്കെ പിൻബലത്തോട് കൂടിയിട്ട് വരികയും അത് ഒരു വലിയൊരു വാർത്തയാക്കാനുള്ള സാഹചര്യത്തിലാണ് ഇതിന്റെ ഈ ശവസംസ്കാരം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ വാർത്ത അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അതിന്റെ പശ്ചാത്തലത്തില് സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തി അങ്ങനെ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അവിശ്വസിക്കാൻ സാധാരണഗതി പോലീസിന് സാധ്യമല്ല. അതുകൊണ്ട് പോലീസിനെ സമീപിച്ചു. പോലീസ് ഇത് അത്ര വിശ്വസനീയമല്ല എന്ന് തോന്നിയ സാഹചര്യത്തിൽ അവര് അതിന് കേസെടുക്കാൻ വിസമ്മതിക്കുകയും കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചില സംശയങ്ങളൊക്കെ ചോദിച്ച് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ കുറെ ആളുകൾ അദ്ദേഹത്തിന് ഏറ്റുപിടിച്ചതിന് ശേഷം എവിടെ നിന്നോ ഒരു തലയോട്ടിയും കൂട്ടിയിട്ട് ചില അഡ്വക്കേറ്റ് വക്കീലന്മാരുടെ സഹായത്തോടുകൂടി കോടതിയിൽ കൊണ്ടുവന്ന് നേരിട്ടൊരു പരാതി കൊടുക്കുകയാണ്. അത് സാധാരണ ഉണ്ടാകാത്തൊരു കാര്യമാണ്. തലയോട്ടിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുക എന്ന് പറഞ്ഞാൽ തീർത്തും അസ്വാഭാവികമായ ഒരു മുൻ സംഭവങ്ങളില്ലാത്ത മുൻ ഉദാഹരണമില്ലാത്ത ഒരു സംഭവമാണ്. അങ്ങനെ കോടതിയിൽ ചെന്നതിന് ശേഷം കോടതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സോൺ അഫിഡവിറ്റ് കൊടുക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ കേസെടുക്കാൻ പറയും. കേസെടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് നേരത്തെയുള്ള ആക്ഷൻ കമ്മിറ്റിയൊക്കെ അത് സജീവമായി ഇടപെടുകയും അപ്പൊ അവര് അവിടുത്തെ പ്രാദേശികമായ പോലീസ് അന്വേഷണത്തിനെ എതിർത്തതിന്റെ പശ്ചാത്തലത്തിൽ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി. അതിൽ തന്നെ അവർക്കൂടെ താല്പര്യമുള്ള വിശ്വാസമുള്ള ഉദ്യോഗസ്ഥരെ അതിനകത്ത് നിയോഗിക്കണമെന്ന് പറഞ്ഞു. അതിനും ഗവൺമെന്റ് അനുകൂലമായി. അങ്ങനെ വെച്ചതിന് ശേഷം ആണ് ഇതിന്റെ എക്സിബേഷൻ, അതായത് ഈ ശവം ഉള്ള സ്ഥലം പരിശോധിക്കാൻ തുടങ്ങുന്നത്. അത്
നടപടിക്രമം അനുസരിച്ച് പോലീസ് അല്ല എടുക്കുന്നത്. പോലീസ് ഗുണസഹായികളായിട്ട് നിന്നിട്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് എടുക്കുന്നത്. അങ്ങനെ അവരെ അത് കുഴിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഏതാനും എല്ലിൻ കഷ്ണങ്ങളൊക്കെ ചില സ്ഥലത്ത് നിന്ന് കിട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പരിശോധനയ്ക്ക് ശേഷം പറയുന്നത് ഇങ്ങനെ വ്യാപകമായി പരാതി വന്നിരിക്കുന്ന പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതിനു ശേഷം കൊലപ്പെടുത്തിയതിനു ശേഷം നിർബന്ധിച്ച് ശവസംസ്കാരം നടത്തിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ആ കാണിച്ചു കൊടുത്ത സ്ഥലങ്ങൾ അത് കുഴിച്ചെടുത്ത് ആ എല്ലുകൾ ശേഖരിച്ച് അത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് പുരുഷന്റെ ആണെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ സ്ത്രീകളെ അവിടെ ഇതേ രീതി ചെയ്ത് കുഴിച്ചിട്ടു എന്ന് പറയുന്നത് ഇത്രയും ദിവസത്തെ അന്വേഷണത്തിലും വ്യാപകമായ തെരച്ചിലിനും ഫലമായിട്ട് അങ്ങനെ ഒരു കാര്യം ബോധ്യപ്പെടാൻ പോലീസിന് സാധിച്ചില്ല, അല്ലെങ്കിൽ ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചില്ല. ആ പശ്ചാത്തലത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒരു അസ്വാഭാവികമായിട്ട കാര്യം ആരെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് കൊടുത്തു എന്ന് പറയുന്നത്. അത് നമുക്ക് അവിശ്വസിക്കാൻ പറ്റൂല. തെളിവ് ഇതുവരെ ലഭിക്കാത്തതുകൊണ്ടും ലഭിച്ച തെളിവ് മുഴുവൻ ഒരു പുരുഷ കേന്ദ്രീകൃത തെളിവിലേക്ക് മാറുകയും ചെയ്തപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംശയം, അതായത് നേരത്തെ ഇത് ശരിയല്ല, ഇത് മനഃപൂർവ്വം ക്ഷേത്ര പരിസരങ്ങളെ ക്ഷേത്രത്തിനെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് വാദിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ വാദഗതിക്ക് കൂടുതൽ ഊർജം പകർന്നിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അന്വേഷണം നടക്കുക എന്ന് പറഞ്ഞ് സ്വാഭാവികമായ പരാതി ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ അത് ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്തതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അത് ചെയ്തതിന്റെ വിശ്വാസ്യത ഏതാണെന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും അവിശ്വാസ്യതയൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. ആദ്യത്തെ അന്വേഷണത്തിന് അവിശ്വാസ്യതയൊക്കെ വളരെ ഗംഭീരമായിട്ട് പല ചാനലുകളിലും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം അതിനെ സംബന്ധിച്ചോ അത് കെട്ടടങ്ങിയത് കോടതിയുടെ ഇടപെടലോട് കൂടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ശരി, അതിനുശേഷം അതിന്റെ ആ വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ ആ പ്രചാരണം ഒന്ന് കെട്ടടങ്ങുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ തെളിവ് വന്നതിന്റെ കൂടിയിട്ട് തന്നെ ഇത് പറഞ്ഞത് അസംഭാവ്യമായ സംഗതിയോ സത്യവിരുദ്ധമായ കാര്യമാണോ അല്ലെങ്കിൽ ബോധപൂർവമായിട്ട് ചില ആളുകളുടെ താല്പര്യത്തോടുകൂടി കളവ് ആയി കെട്ടിച്ചമച്ച സംഭവങ്ങളായിട്ട് അല്ലെങ്കിൽ വാർത്തയായിട്ട് ഇതിനെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും അതിനകത്ത് അടിസ്ഥാനം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും ദിവസത്തെ ശ്രമകരമായ അന്വേഷണത്തിന് ശേഷവും അതിന് ഒരു രീതിയിലുള്ള തുമ്പം ഉണ്ടാക്കാൻ സാധിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഈ വാർത്തയ്ക്ക് അനുബന്ധമായ രീതിയിൽ വനിതകളെ അവിടെ സംസ്കരിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഉപോത്ബലകമായിട്ട് ഒരു തെളിവ് അവിടെ നിന്ന് ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല എന്നാണ് ഇപ്പൊ വാർത്ത പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും ഇത് ഒരു സത്യവിരുദ്ധമായ അല്ലെങ്കിൽ കരുതിക്കൂട്ടി വേണ്ടി പറയപ്പെട്ടിരിക്കുന്ന ഒരു കഥയാണ്. അതുപോലെ നമ്മൾ സാധാരണ പറയുന്നത് തിരക്കഥയാണ്. ആരുടെയൊക്കെ താല്പര്യത്തോടു കൂടിയിട്ട് ആരുടെയെങ്കിലും സഹായത്തോടു കൂടിയിട്ട് ഒത്താശയോടുകൂടി ആർക്കോ വേണ്ടിയിട്ട് ചെയ്യപ്പെട്ട തിരക്കഥയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതും ഇനി അന്വേഷണ വിധേയമാക്കി അതിന് കൂടുതൽ തെളിവ് വന്ന് ഔദ്യോഗികമായിട്ട് പോലീസിന്റെ പ്രസ്താവന അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളുടെ പ്രസ്താവന ഉണ്ടാകുന്നത് വരെ ഇത് രണ്ട് വാദഗതിയും ഒരേ രീതിയിൽ മുന്നോട്ട് പോകും. എന്തായാലും ഇപ്പൊ തെളിവ് ഇതുവരെ കിട്ടാത്ത സാഹചര്യത്തിൽ എന്തായാലും ശരി, ഇത് ഒരു കുക്ലബ് സ്റ്റോറി എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ച പോകുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, മനാഫ്, താങ്കൾ എങ്ങനെയാണ് ഈ ആക്ഷൻ കമ്മിറ്റിയിലേക്ക് വരുന്നത്? എന്താണ് താങ്കളുടെ താല്പര്യം? ഞാൻ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ വരുന്നത് കഴിഞ്ഞ ഒരു 5 മാസം മുന്നേ ആണ്. ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ ധർമ്മസ്ഥലയിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്താണ് എൻ്റെ നാടുള്ളത്. ഞാൻ അവിടെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. അതല്ലാതെ ഞാൻ എന്തുകൊണ്ട് വരുന്നതെന്നുള്ള ചോദ്യത്തിനൊരു പ്രസക്തിയുമില്ല. ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു മനുഷ്യസ്നേഹിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി ആളുകൾ എന്നെ ബന്ധപ്പെട്ടത് പ്രകാരം ഞാനത് കേട്ട് മനസ്സിലാക്കി അവരെ പറ്റി പഠിച്ച് അതിൽ നിന്നും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ ഉത്തമ ബോധ്യമാണ് എന്നെ ഈ വിഷയത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. ഓക്കെ മനാഫ്, ഇത്രയും സ്ഥലങ്ങളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ JCP ഒക്കെ ഉപയോഗിച്ച് കുഴിച്ചു, 180 അടിയോളം താഴ്ചയിലും കുഴിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ട്. ഇപ്പം നോക്കൂ, ഇതുവരെയായും തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. കിട്ടിയത് ഒരു പുരുഷൻ്റെ തലയോട്ടിയും അതുമായി ബന്ധപ്പെട്ട ചില അസ്ഥികഷ്ണങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞതിനെ വിശ്വാസത്തിൽ എടുക്കുക? മാത്രമല്ല, ഇത് വെളിപ്പെടുത്തിയ ആൾ,
അയാളുടെ പേര് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഈ വെളിപ്പെടുത്തിയ ആൾ തന്നെ SIT പറഞ്ഞിരിക്കുന്നത് ഞാൻ മറ്റുള്ളവരുടെ പ്രേരണയാലാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതുപോലെ ഇതൊരു കെട്ടുകഥയാണ് എന്ന് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. ഓക്കെ, ഞാൻ പറയട്ടെ എന്നാല്. സാറ് കണ്ടോ അവിടെ 150 അടി താഴ്ചയില്? സാറിന് എവിടുന്ന് കിട്ടി ഈ വിവരം? 150 അടി ഒരു JCB കുഴിക്കാൻ കഴിയുന്ന ഒരു 180 അടിയോളം 180 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരം ഉണ്ടാവുന്ന സാറിന് ഊഹിക്കാവോ? ഞാൻ കണ്ടതല്ല. എന്താ സാർ ആര് പറയണ ഇതൊക്കെ? ഞാൻ പറഞ്ഞ അല്ല, മലയാളത്തിലെ മാധ്യമങ്ങളാണല്ലോ ആവേശത്തോടെ ഇത് ആഘോഷിച്ചത്. അല്ല, ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാമാന്യ ബോധം ഉണ്ടാവണല്ലോ. ഓക്കെ, നമുക്കൊരു സാമാന്യ ബോധം ഉണ്ടാവണല്ലോ. ഒരു ഇപ്പൊ ഞാനായാലും സാറായാലും സാറാ വീടിന്റെ പറമ്പിലൊക്കെ JCB വെച്ചിട്ട് കുഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു JCBന്റെ ഭൂമിന്റെ നീളം എത്ര ഉണ്ടാവും? ഒരു JCB ഇപ്പൊ അവിടെ കുഴിച്ചും കൊടുക്കുന്നത് ഒരു ചെറിയ JCB. ഓക്കെ, സാങ്കേതിക കാര്യങ്ങളിൽ വലിയ പരിജ്ഞാനമില്ല മനാഫെ. സാങ്കേതികം എന്നാ സാർ ഞാൻ പറഞ്ഞുതരാം സാർ. ഒരു JCBക്ക് മാക്സിമം കുഴിക്കാൻ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 അടിയിൽ കൂടുതൽ അടി കുഴിച്ചിട്ടില്ല. സമ്മതിച്ചിരിക്കുന്നു. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എന്ത് കിട്ടി എന്നുള്ളതാണ്. ഈ കുഴിച്ചിട്ട് എന്ത് കിട്ടി? കുഴിച്ചിട്ട് എന്ത് കിട്ടി? അല്ലല്ല, ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. 180 അടി ആഴ്ചയിൽ കുഴിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ് ഞാൻ കോട്ട് ചെയ്തത്. ലോകത്ത് അയ്യേ അങ്ങനെ പറയാനേ പറ്റില്ല. ലോകത്ത് ഇന്നവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതിൽ പിടിക്കാതെ ഞാൻ പറഞ്ഞല്ലോ, JCB ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. എന്റെ അഭിപ്രായമല്ല, മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഞാൻ കോട്ട് ചെയ്തു എന്ന് മാത്രം. ഏത് മാധ്യമം? ഏത് മാധ്യമ പറയണത്? താങ്കൾ മലയാളത്തിലെ ഒരു ദൃശ്യമാധ്യമങ്ങളെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോയല്ലോ. താങ്കളാണ് ഇവരെല്ലാം കൊണ്ടുപോയത്. അങ്ങനെ ഏത് മാധ്യമം പറഞ്ഞാലും, ഏത് മാധ്യമം ആ തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് 180 അടി കുഴിക്കാനുള്ള ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല സാർ. താങ്കൾ അത് വിടൂ. അല്ല, പിടിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകള് പാവപ്പെട്ട സാധാരണ ജനങ്ങളാ. അവര് വിചാരിക്കും 180 അടിയോളം കുഴിച്ചോ എന്ന് വിചാരിക്കും. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. നമ്മള് ഇവിടെ ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു JCB. ഉണ്ടെങ്കിൽ വലിയ ഉപകാരം. ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗം. പക്ഷേ സാർ ഇനി രണ്ടാമത്തെ കാര്യം, സാറിനോട് ചോദിക്കുന്നത് ചെറുതായി കുറച്ചും കൂടി നല്ലതായിരുന്നു. ഒരു സംശയം, യുവരാജ് ഗോകുൽ ഒരു സംശയമുണ്ട്. പറഞ്ഞോട്ടെ. JCBക്കാണോ കൂടുതൽ ആഴത്തിൽ കുഴിക്കാൻ പറ്റുക, അതോ മമ്മട്ടിയും പിക്കാസും ഉപയോഗിച്ചിട്ടാണോ? ചെറിയൊരു JCB ആണെങ്കിലും JCBക്ക് ആയിരിക്കുമല്ലോ കൂടുതൽ ആഴത്തിൽ. JCBക്കല്ല, മമ്മട്ടി പിക്കാസ് ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കാണ് കുഴിക്കാൻ പറ്റുക അല്ലേ കൂടുതൽ? ഏറ്റവും കൂടുതൽ അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ആരും കാണാണ്ട് ഒളിച്ചൊളിച്ച് ഒരാൾ പോയി ഇരുട്ടത്ത് ഇത്രയും വലിയൊരു ശവശരീരങ്ങളും ഒക്കെ ചുമന്നുകൊണ്ട് പോയിട്ട് മമ്മട്ടിയും പിക്കാസും ഉപയോഗിച്ച് മമ്മട്ടിയും പിക്കാസ് ഉപയോഗിച്ച് എത്ര നേരം കുഴിക്കണം? അല്ല, JCB 1 മണിക്കൂർ കുഴിക്കുന്നതും ഒരു വ്യക്തി മമ്മട്ടിയും ചോദിക്കുക. എന്റെ ചോദ്യം പൂർത്തിയാക്കാൻ വിടുവങ്ങ്. ഒരു JCB 1 മണിക്കൂർ കുഴിക്കുന്നതും ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു മമ്മട്ടിയും പിക്കാസും ഉപയോഗിച്ച് കുഴിക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും മനാഫെ? അങ്ങനെയല്ലോ. അങ്ങനെയല്ലേ? അതെന്താ അങ്ങനെ അല്ലാത്ത? ഒരു ശുചീകരണ തൊഴിലാളി പോയിട്ട് JCBക്ക് 150 അടിയൊന്നും കുഴിക്കാൻ പറ്റില്ല എന്ന് അങ്ങ് പറഞ്ഞു, സമ്മതിച്ചു. അപ്പൊ ഈ 100 കണക്കിന് മൃതദേഹങ്ങൾ ഒരു ശുചീകരണ തൊഴിലാളി ഒറ്റയ്ക്ക് മമ്മട്ടിയും പിക്കാസും ഉപയോഗിച്ച് അവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് അങ്ങ് കുറച്ചു നേരത്തെ പറഞ്ഞു സാമാന്യ യുക്തിക്ക് നിരക്കുന്നത് പറയണമെന്ന്. അതൊക്കെ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതായതുകൊണ്ടാണോ അങ്ങ് ഇവിടുന്ന് വണ്ടിയും വിളിച്ച് അവിടെ പോയത്? ഓക്കെ, അത് ഞാൻ പറയാ. ആരാണ് സാറോട് പറഞ്ഞത് അയാൾ ഒറ്റക്കാണ് അതൊക്കെ ചെയ്തത് എന്നുള്ളത്? അപ്പൊ കുഴിച്ചിട്ട ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. അപ്പൊ കുഴിച്ചിട്ട ബാക്കിയുള്ളവരോടെ പോയി. ശവം പോയതിന്റെ കൂട്ടത്തിൽ പോയോ? അവിടെ ഉണ്ട്. അല്ല, ഈ ശവം പോയതിന്റെ കൂട്ടത്തിൽ പോയോ? അവിടെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ടോ? എന്നാ പിന്നെ അവരെ കൂടി പുറത്താക്കി കൊണ്ടുവരുമല്ലോ. നമുക്ക് കുറച്ച് ആൾക്കാരെയും കൂടി കാണാമല്ലോ. ജയിലിൽ പോകുമ്പോ ഒരു കൂട്ടത്തോടെ പോവാലോ. ഇമ്മാതിരി വൃത്തിയാണൊക്കെ പറഞ്ഞു വരുന്നതിന് ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, കൂട്ടത്തോടെ പോവാലോ. ഈ വിഷയത്തില് അവിടെ കുഴിച്ചിട്ട ആൾക്കാരെ എത്ര ആളെ വേണം?
അതുപോലെ തന്നെ അപ്പൊ അതിന്റെ സപ്ലൈ ഉണ്ടോ? അപ്പൊ അതിന്റെ സപ്ലൈ ഉണ്ടോ? ബംഗാളികളാണോ അതോ ഉണ്ടെന്ന് വിചാരിച്ചോളി. അത് മനസ്സിലായി, അതിന്റെ സപ്ലൈ ഉണ്ടെന്ന് മനസ്സിലായി. ഇതൊക്കെ എങ്ങനെ വാടകയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണോ അതോ ചാനലുകാർ വരുമ്പോ അവർക്ക് വാടകയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണോ അതോ? അല്ല, മാസത്തിനാ കൂലി. ആയിരിക്കും, അത് തോന്നി, മാസത്തിനാ കൂലി. നന്നായി 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 മനാഫെ ചോദ്യത്തിലേക്ക് വരൂ. മനാഫിന്റെ താല്പര്യം എന്താണ്? മനാഫിന്റെ താല്പര്യം എന്താണ്? മനാഫിന്റെ താല്പര്യം എടോ മനാഫെ, ആള് വേറെയാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കൂടുതൽ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. തന്നെ പോലത്തെ കുറച്ച് നന്മ മരങ്ങള് ഉയർന്നു വന്നിട്ട് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രോഡ് പണികളുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേ കൂട്ടത്തോടെ ജയിലിൽ പോകുമ്പോ ഫ്രണ്ടിൽ നിന്ന് പോകുമ്പോ കോടതി തൂക്കിയിട്ട് അങ്ങ് പോയാൽ മതി, ഇത് ആള് വേറെയാന്ന്. അല്ലെങ്കിൽ തലയിൽ ഒരു തുണി ഇട്ടിട്ട് പോയാൽ മതി കേട്ടോ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാൻ വേറെ ആളാണെന്ന് പറഞ്ഞ് തലയിൽ ഒരു തുണി ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ. വെളിവില്ലാത്ത കുറെ ആരോപണങ്ങളായിട്ട് മുമ്പോട്ട് വരുമ്പോ നിങ്ങളെയൊക്കെ ആരെയാ ഫണ്ട് ചെയ്ത് നടക്കുന്നെന്നുള്ളതിനെ കുറിച്ചിട്ട് നാട്ടുകാർക്ക് നല്ല ധാരണ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളെയൊക്കെ ആരാ ഫണ്ട് ചെയ്ത് നടക്കുന്നെന്നുള്ളതിനെ കുറിച്ചിട്ട് നാട്ടുകാർക്കൊക്കെ നല്ല ധാരണ കിട്ടുന്നുണ്ട് കേട്ടോ. കൂടുതൽ വലിയ നന്മമരൊന്നും ചമയണ്ട, കൂടുതൽ വലിയ നന്മമരൊന്നും ചമയണ്ട. അയ്യോ, നാട്ടിൽ ഒരു പ്രശ്നം നടന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ ഇവിടുന്ന് വണ്ടിയും വിളിച്ച് അവിടെ പോയിട്ട് ഞാനും 3-4 ബാക്കിയുള്ളവരും കൂടി ചേർന്നുകൊണ്ട് വലിയ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇറങ്ങി. എന്നിട്ട് എന്താ കണ്ടുപിടിച്ചേ? എന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോ പൊട്ടത്തരം വിളിച്ചു പറയാ. JCBക്ക് കുഴിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഒരു വ്യക്തി മമ്മട്ടിയും പിക്കാസും ഉപയോഗിച്ച് കുഴിച്ചു എന്നൊക്കെ പറയുന്ന പൊട്ടത്തരം വിളിച്ചു പറയാ. ശരി, നിങ്ങൾ പോയി, ശരി, സമ്മതിച്ചു. എന്നിട്ട് എന്താ കിട്ടിയെന്നൂടെ പറയുന്നേ? അവർക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ടതും താങ്കളെ പോലത്തെ ആളുകളാ. താങ്കളെ പോലത്തെ ആളുകൾക്ക് നീതിയാണെങ്കിലല്ലേ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കാശണ്ണി വാങ്ങിച്ചിരിക്കുന്നതിന്, നിങ്ങൾ കാശണ്ണി വാങ്ങിച്ചിട്ട് സാധാരണ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളായിട്ട് ഇറങ്ങുന്നത് ആരെ സഹായിക്കാനാ, ഏത് ലോബിയെ സഹായിക്കാനാന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് മനാഫെ, ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് മനാഫെ. നിങ്ങൾ ഏത് ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ വാങ്ങി ഇറക്കിയിരിക്കുന്നതെന്നും ആളെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാസക്കൂലിക്കും ദിവസം കൂലിക്കും ഒക്കെ ആളെ ഇറക്കുന്നതിനെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ട്. നിങ്ങളോട് ആദ്യത്തെ ചോദ്യം വന്നപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ കുഴഞ്ഞു എന്ന്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ പോട്ടെ ഒരു 4-5 വ്യക്തികൾ ചേർന്ന് കുഴിച്ചിട്ടതിനേക്കാളും കൂടുതൽ, അതും എങ്ങനെ പരസ്യമായിട്ടല്ല, ഒളിച്ച് പാത്ത് പതുങ്ങി ആരും കാണാതെ രാത്രിയുടെ മറവില് വന്നിട്ട് അവിടെ കുഴിച്ചിട്ടത്. ഇത്രയും പകൽ വെളിച്ചത്തിൽ JCB ഉൾപ്പെടെ ഇത്രയും സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് 3-4 എല്ലും കഷ്ണം, അത് ഒരു പുരുഷന്റെ പോട്ടെ. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളവിടെ നിൽക്കുക. നിങ്ങളുടെ ഈ പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളി ഒരു തലയോട്ടി എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി, സ്ത്രീയെ കുഴിച്ചിട്ടു, നഗ്നയായ സ്ത്രീയെ കുഴിച്ചിട്ടു. എന്നിട്ട് അവിടെ ചെന്നപ്പോ ഈ തലയോട്ടി പുരുഷന്റേതായിട്ട് മാറി. ഇതും കേട്ടിട്ടാണോ നിങ്ങൾ പോയത്? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതും കേട്ടിട്ടാണോ നിങ്ങൾ പോയത്? അവർക്ക് നീതി വാങ്ങി കൊടുക്കുന്ന ആളാണ് മനാഫ്. ഒരു നിമിഷം മനാഫ് നേരത്തെ പറഞ്ഞു ഈ നീതി വാങ്ങിക്കൊടുക്കാനുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞു. ആർക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ്? ഈ മിസ്സിംഗ് ആയിട്ടുള്ള 1000 അതിൽ എത്ര പേര് മിസ്സിംഗ് ആയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. കണക്ക് പലതുമാണ് വരുന്നത്. 200, 300, 500, 1000 വരെ എത്തിയിട്ടുണ്ട്. അതൊന്നും അറിയില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന താങ്കൾക്ക് പറയാം, എത്ര പേരെ മിസ്സിംഗ് ആണ്? ഇത് ആ കാലഘട്ടം 1998 മുതൽ 2014 വരെ എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ മിസ്സിംഗ് കേസസ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട്? ഏതെങ്കിലും പരാതിയിൽ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് അറിയേണ്ടതല്ലേ? അപ്പോൾ ഈ നീതി ലഭിക്കാൻ വേണ്ടി ആരൊക്കെ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്, അത് എപ്പോഴാണ് സമീപിച്ചത് എന്നുകൂടി മനാഫ് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, നല്ല ചോദ്യം. ഞാൻ ഈ ഒരു ചെറിയൊരു ഗ്രാമമാണ് ധർമ്മസ്ഥല എന്ന് പറയുന്നത്. ഈ ധർമ്മസ്ഥലയിൽ മാത്രം കാണാതെ അൺഐഡന്റിഫൈഡ് ബോഡീസ് ആയിട്ട് വെറും കഴിഞ്ഞ ഒരു 12 കൊല്ലത്തിന്റെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 485 പേരെ അവിടെ കാണാതായിട്ടുണ്ട്. അതുപോലെ തന്നെ 472 സൂസൈഡ് കേസുകളുണ്ട്. ഒരു ചെറിയ നാട്ടിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിനെ ഒരു തരത്തിലും ഞാൻ എവിടെയും ഒരു തരത്തിലും പറയണില്ല ഇത് മൊത്തം ചെയ്തത് ഒരു അമ്പലത്തിന്റെ ആളുകളാണെന്നോ ഒരിക്കലും പറയണില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇതൊരു ആ നാട്ടിൽ നടന്നതാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഗുരുവായൂർ അമ്പലം
ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്നതിനോണ്ട് ഗുരുവായൂരിനെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മോശം കാര്യം ഗുരുവായൂരിൽ നടന്ന ഒരു കൂട്ട കൊലപാതകത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ആ ഗുരുവായൂർ അമ്പലത്തിനെ പറ്റിയിട്ടാവുന്നത്? ഇവിടെ ആരും ആ അമ്പലത്തിന് എതിരല്ല, ഒരാളും എതിരല്ല. ഇവിടെ ആ ഒരു ചെറിയൊരു നാട്ടില്, ആ നാടിന്റെ പേരാണ് ധർമ്മസ്ഥല. ഈ ധർമ്മസ്ഥലയില് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്താൽ 12 കൊല്ലത്തെ കണക്ക് തന്നെ 485 പേരുടെ അൺഐഡന്റിഫൈഡ് ബോഡീസ് അവിടെ മറവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതിയ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഇന്നലെ ഈ 2 ദിവസമായിട്ടുള്ളൂ ഒരു വലിയൊരു പൊട്ടി എന്താ പറയാ ഒരു വലിയൊരു ബോംബ് പൊട്ടിയ മാതിരിയ സംഭവം ഉണ്ടായത്. കാരണം എന്ന് പറഞ്ഞാൽ പല ആളുകളും എന്തായി ഇതിനെ അമ്പലമായിട്ട് കുഴയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ജയന്ത് ടി എന്ന് പറഞ്ഞ ഒരാള് വിവരാവകാശം വെച്ചിട്ട് കുറെ രേഖകൾ സംഘടിപ്പിച്ച് അവിടെ അതില് കഴിഞ്ഞ 2010 ഒരു കൊലപാതകം നടന്ന് ആ ദിവസത്തിൽ 2 മൃതദേഹങ്ങളാണ് പോലീസിന്റെ മുന്നിലേക്ക് വന്നത്. അത് കൊല ചെയ്യപ്പെട്ടിട്ട് പിറ്റേത്തെ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അത് മറവ് ചെയ്ത അതിലൊരു ആണ് അൺഐഡന്റിഫൈഡ് ബോഡി ആയിട്ട് അദ്ദേഹത്തിന്റെ ബോഡിയെ പ്രഖ്യാപിക്കുകയും ഈ പെണ്ണ് കൊലപാതകമാണ് നടന്നതെന്ന് പരിശോധിച്ച് അതിൽ നിന്ന് കൊലപാതകമാണെന്ന് അറിഞ്ഞ് ഈ 2 ബോഡികളും മറവാണ് ചെയ്തത്, മറവ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞ് അത് ബേൺ ചെയ്യണം. രേഖകൾ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഈ രേഖകളൊക്കെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് താങ്കൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. അപ്പൊ ഇത്തരത്തില് അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ലോഡ്ജ് കേന്ദ്രീകരിച്ചിട്ടും അവിടുത്തെ ഡി ഗാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോകൾ കേന്ദ്രീകരിച്ചും നടക്കുന്ന ഈ കൂട്ട കൊലപാതകങ്ങളെ പറ്റിയിട്ടാണ് അന്വേഷിക്കണം. ഇതിന് സത്യാവസ്ഥ ഇതുപോലെ പോലീസ് ഈ മിസ്സിംഗ് കേസുകളിലൊന്നും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. 2015 മുതൽക്കാണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വന്നത്. അതുവരെ അവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറം ബെൽത്തങ്കടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോലീസ് ഉള്ളത്. ഇപ്പം ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി കംപ്ലീറ്റ് ചെയ്തോട്ടെ. അവിടെ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാണ്ട്. രണ്ട് മൃതശരീരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഈ 2 മൃതശരീരങ്ങൾ നിയമപരമായിട്ട് 15 ദിവസം മോർച്ചറിയിൽ വെച്ചതിന് ശേഷമേ എന്താക്കാൻ പാടുള്ളൂ, അതിനെ ദഹിപ്പിക്കുക അല്ലെങ്കിൽ മറവ് ചെയ്യാനേ പാടുള്ളൂ, ദഹിപ്പിക്കാൻ പാടില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകമാണെന്ന് ആ കേസ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 2015 ഇവിടെ കോടതി വന്നത്. സാർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും അൺഐഡന്റിഫൈഡ് ബോഡീസിന്റെ രേഖകൾ ഒരു പോലീസ് സ്റ്റേഷന് അവിടെ വെച്ചിട്ട് ആ രേഖകൾ ഇല്ലല്ലോ, അതൊക്കെ കത്തിച്ച് കളഞ്ഞെന്ന് പറയുമ്പോൾ നമ്മളെന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നേരത്തെ അവിടെ താമസിക്കുന്ന ആളാണല്ലോ, അന്നൊന്നും മനാഫിന്റെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടിട്ടില്ലേ? ഇങ്ങനെ ആളുകൾ മിസ്സാവുന്നതും, പ്രത്യേകിച്ച് സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെ മിസ്സാവുന്നു, അവർ ബലാത്സംഗത്തിന് ഇരയാവുന്നു, അവരെ റേപ്പ് ചെയ്തതിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ കുഴിച്ചിടുന്നു. ഇതിനെക്കുറിച്ചൊന്നും മനാഫ് നേരത്തെ അറിഞ്ഞിട്ടില്ല? അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലേ? ഞാൻ നേരത്തെ അറിയണതാ. അറിയോ? ഞാൻ കേട്ടിക്കണ്. അന്നൊന്നും നിയമ സംവിധാനത്തെ സമീപിക്കാതിരുന്ന എന്തുകൊണ്ടാ? അന്നൊന്നും ഞാൻ കഴിഞ്ഞ മയക്ക് പോകുന്ന ആളല്ലേ. എനിക്ക് അന്നൊന്നും വലിയ പവർ ഇല്ലാലോ, നമുക്ക് അന്നൊന്നും സംസാരിക്കാനുള്ള ശേഷി ഇല്ലാലോ. ഞാനിത് ഇപ്പൊ അത്യാവശ്യം പവർ ഉണ്ട്, അതിലൊന്നും ഇപ്പൊ ഒരു കുറവില്ല. ഞാൻ അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അന്നൊക്കെ ഇത് സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ 5 മാസമായിട്ടേ ഉള്ളൂ എന്റെ മുന്നിൽ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകൾ വന്നിട്ട് ഈ താങ്കളൊന്ന് ഇതിൽ ഇടപെടണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അനന്യ ഭട്ട് അങ്ങനെ ഒരു കുട്ടി പോലും ഇല്ലാന്നാണല്ലോ പറയുന്നത്. അതിലെ പിന്നെ അവർ തെളിയിക്കും സ്വാഭാവികമായിട്ടും. ഞാനൊരു ചെറിയൊരു കാര്യം ചോദിക്കാം. അനന്യ ഭട്ടിന്റെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ഇല്ല എന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അനന്യ ഭട്ട് മാത്രമല്ല, അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട്, ഇതൊന്നും മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലല്ലോ. മനാഫേ അല്ല, എത്ര ബോഡി കിട്ടുന്നു, എത്ര എല്ലിൻ കഷ്ണങ്ങൾ കിട്ടുന്നു എന്ന് നോക്കി നടക്കുകയായിരുന്നല്ലോ മലയാളത്തിലെ മാധ്യമങ്ങൾ, അല്ലേ? അവർ ഈ കാര്യമൊക്കെ പുറത്തു വന്നതല്ലേ? ഇതൊന്നും ആരും എന്താ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? ഞാൻ സാറോട് ഒരു കാര്യം പറയട്ടെ. അനന്യ ഭട്ട് എന്നൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ളത് സാറിന് എവിടുന്ന് കിട്ടി ഈ വിവരം?
എനിക്ക് കിട്ടി, എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടി. സാറിന് എവിടെ നിന്ന് കിട്ടി? എനിക്ക് അതെ. കിട്ടി. ഇല്ലേ, എന്നാ അനന്യ ഭട്ട് എന്ന ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു എന്ന് തെളിവുകൾ സഹിതം അല്ല, താങ്കൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ അമ്മ CBI ഓഫീസിൽ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു കൽക്കത്തയിൽ എന്നൊക്കെ. അതിന് താങ്കളുടെ കയ്യിലുണ്ടോ തെളിവുകൾ? ഞാൻ ഇനി പറയട്ടെ. അനന്യ ഭട്ടിന്റെ അമ്മന്റെ പേരാണ് സുജാത ഭട്ട്. അതെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. സുജാത ഭട്ട് എന്ന് പറഞ്ഞ സുജാത ഭട്ട് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആവശ്യം എന്താ? ആ അമ്മന്റെ ആവശ്യം എന്താണ്? ആ അമ്മക്ക് ആകെ വേണ്ടത് കോടിക്കണക്കിന് രൂപ ഒന്നും വേണ്ട. വേറെ ഒരു മറ്റുള്ള ആരാണോ തന്റെ മകളെ കൊല ചെയ്തത്, അങ്ങനെ ഒരാളില്ലാന്നല്ലേ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് മനാഫെ. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു അവിടെ പഠിച്ചിട്ടില്ല, അവിടുത്തെ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ SIT എന്താ മൊയന്തള? SIT എന്താ മണ്ടന്മാരാണെന്നാ വിചാരിച്ചിരിക്കുന്നത്? ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അവരെ കൊല ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തേക്ക് SIT രൂപീകരിച്ചിട്ട് 1 മാസമായി. 1 മാസത്തിൽ ഈ ആദ്യത്തെ കേസ് SITന്റെ മുന്നിൽ വരുന്ന ആദ്യത്തെ പരാതി എന്ന് പറയുന്നത് ഈ സുജാത ഭട്ടിന്റെ പരാതിയാണ്. 1 മാസമായിട്ട് SIT ഈ കേസിൽ എവിടെയെങ്കിലും SIT പറഞ്ഞിട്ടുണ്ടോ ഈ സുജാത ഭട്ട് പറയുന്നത് കള്ളത്തരാണെന്നുള്ളത്? ആരാ? ഈ ഒരു പാവം അമ്മ, ഒരുപാട് പ്രായമുള്ള അമ്മക്ക് ഇവർക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ട താങ്കളെ പോലെയുള്ള ആളുകൾ ഈ അമ്മനെ തന്നെ വലിയ ഭൂമിയിൽ എന്ന് പറയാൻ മാത്രം താങ്കളല്ലേ ആ സ്ഥലത്തുണ്ടായിരുന്ന ആൾ? അമ്മ കാണിക്കണ്ടേ? ഞാൻ തിരുവനന്തപുരത്തിരിക്കുകയാണ്, താങ്കൾ അവിടെ ഉള്ള ആളല്ലേ? താങ്കൾ പറ സത്യം. അനന്യ ഭട്ടിനെ ആരാണ് കൊലപ്പെടുത്തിയത്? അനന്യ ഭട്ടിനെ കൊലപ്പെടുത്തിയത് ആരാന്ന് ഞാനല്ല അന്വേഷിക്കേണ്ടത്. ആ അമ്മന്റെ ആവശ്യം ഇത്രേ ഉള്ളൂ. അനന്യ ഭട്ട് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഒരു അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദു ആചാരപ്രകാരം ആ അമ്മക്ക് അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല അസ്ഥികൂടവും വല്ല അസ്ഥിയോ ഉണ്ടോ കൊടുക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുജാത ഭട്ടിന്റെ സഹോദരൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് സുജാത ഭട്ടിന്റെ സഹോദരൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, അതായത് സുജാത ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നത് എന്നുള്ളതാണ്. ആ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല സുജാത ഭട്ടിന്. അവരെവിടെ പോയി? അതെ, അത് ഞാനും അംഗീകരിക്കണേ. സുജാത ഭട്ടുമായിട്ട് മണിക്കൂർ കണക്കിന് സംസാരിച്ച ആളാണ് മനാഫ്. സുജാത ഭട്ട് എന്റെ സഹോദരങ്ങൾ അവര് നമ്മൾ അണ്ടറിലുണ്ട്. സുജാത ഭട്ടിന്റെ സഹോദരങ്ങള്, സുജാത ഭട്ടിന്റെ ഭൂമി. അപ്പൊ നിങ്ങളുടെ അണ്ടറിലാണ് ഇവരെല്ലാം ഉള്ളത്. അതായത് ഈ സോക്കോൾഡ് ശുചീകരണ തൊഴിലാളി സുജാത ഭട്ട്. ഇനി അനന്യ ഭട്ട് കൂടി ഉണ്ടോ? നിങ്ങൾ ഒളിപ്പിച്ചതാണോ? അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുക. അതൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറയണത് ഇപ്പം ഈ സംസാരിക്കുന്ന BJPന്റെ പ്രതിനിധി അദ്ദേഹമാണ് ശരിക്കും എന്താക്കേണ്ടത്, ഇതിന് നീതി നേടിക്കൊടുക്കേണ്ടത്. അദ്ദേഹം അതുകൂടി പറയണല്ലോ. യുവരാജ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അനിൽ നമ്പ്യാർ ആയിക്കോട്ടെ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. യുവരാജ് ആയിക്കോട്ടെ, അനിൽ നമ്പ്യാർ ഇവരുടെ കൂടെയാണോ വേട്ടക്കാരന്റെ കൂടെയാണോ? വേട്ടക്കാരന്റെ കൂടെ അല്ലേ നിക്കണങ്ങള്? വേട്ടക്കാരന്റെ കൂടെ നിക്കണങ്ങള്. ഈ കേരളത്തിലെ സമൂഹം മൊത്തം കാണുന്നുണ്ട്. നിങ്ങൾ വേട്ടക്കാരുടെ കൂടെയാ നിക്കണത്. ഇരകൾക്ക് നീതി നേടിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഇരകൾക്ക് നീതി ഉറപ്പാക്കേണ്ട കേന്ദ്ര സർക്കാർ, അതാണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്. അതിന്റെ പ്രതിനിധി BJPയുടെ പ്രതിനിധി ഓരോ മനുഷ്യരും നീതി നടപ്പാക്കി കൊടുക്കണം. അദ്ദേഹത്തോട് ഞാൻ മറുപടി പറയാം. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന അനന്യ ഭട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ അമ്മ എന്ന് അവകാശപ്പെടുന്ന സുജാത ഭട്ടിന് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് അതിനകത്ത് ആദ്യം അറിയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ MBBS ശരി, ഓക്കെ. MBBS കൂടെ ഒന്നും വരേണ്ട കാര്യമല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തന്നാൽ മാത്രം മതി. ഒന്ന്, ഇവർ MBBS പഠിച്ചു എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ MBBS പഠിച്ചു എന്ന് പറയുന്ന ആ കോളേജിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നുവെന്നും അവരുടെ അഡ്മിഷൻ നമ്പർ ഇത്രയായിരുന്നുവെന്നും അവരവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ അതിന് മുമ്പ് പഠിച്ചിരിക്കുന്ന ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും അപ്പോൾ +2 അല്ല പ്രീ ഡിഗ്രി ആയിരുന്നിരിക്കും, അപ്പോൾ പ്രീ ഡിഗ്രിക്ക് ഇതാണ് പഠിച്ചിരുന്നതെന്നും അവർക്ക് മെഡിക്കൽ എൻട്രൻസിന് ഇത്ര റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുവെന്നും തീർച്ചയായിട്ടും അവിടെ ഒരു ആപ്ലിക്കേഷൻ എത്തുന്ന സമയത്ത് ആപ്ലിക്കേഷനിൽ ഈ പറയുന്ന അനന്യ ഭട്ടിൻ്റെ ഒരു ഫോട്ടോ ഉൾപ്പെടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ എത്ര വർഷം പുറകിലേക്ക് പോയിരുന്നാലും ശരി തന്നെയാണ്. പർട്ടിക്കുലർലി പിന്നീട് ഡിജിറ്റലൈസ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഹാർഡ് കോപ്പി ഒന്നും തന്നെ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ പർട്ടിക്കുലർലി MBBS പോലെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളൊക്കെ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ അവരുടെ സോഫ്റ്റ് കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാലാകാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഡേറ്റ അവിടെ ഉണ്ടാവും. അതുമാത്രമല്ല, ഇനി അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ അനന്യ ഭട്ടിൻ്റെ ഒപ്പം MBBS പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ല അവർക്കൊപ്പം പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ആളുണ്ടാവും, അല്ല അവരുടെ ഒപ്പം എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ചിട്ടുള്ള ആളുണ്ടാവും, അവർക്കൊപ്പം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെ ആരെങ്കിലുമൊക്കെ താങ്കൾ കൊണ്ടുവരികയും ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന അനന്യ ഭട്ട് എന്ന് പറയുന്ന വ്യക്തി, ഇതാണ് അവരുടെ ചിത്രം. ഇതുവരെ അനന്യ ഭട്ടിൻ്റെ ഒരു ചിത്രം പോലും നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ അനന്യ ഭട്ട് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ട് ചോദിക്കുകയാണ്, അനന്യ ഭട്ട് എന്ന് പറയുന്ന യഥാർത്ഥ വ്യക്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനന്യ ഭട്ട് എന്ന് പറയുന്ന യഥാർത്ഥ വ്യക്തി ഉണ്ട് എന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടെന്ന് അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസ് പുറത്തേക്ക് വിടേണ്ടുന്ന ബാധ്യത അനന്യ ഭട്ട് മിസ്സായി എന്ന് പറയുന്ന ആൾക്കാർക്കാണ്. ഇന്നും ഞാൻ ഉച്ചയായ സമയത്ത് ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ ഓൺലൈനിൽ അനന്യ ഭട്ടിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്ത വരുന്ന സമയത്ത് ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു പെൺകുട്ടിയുടെ ഇമേജാണ് കൊടുത്തിരിക്കുന്നത്, AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജ്. അപ്പം ഞാൻ അതിൻ്റെ താഴെയും കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു, ഈ അനന്യ ഭട്ടിന് യഥാർത്ഥ ഫോട്ടോ ഒന്നും ഇല്ലേ? അവരെവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ചിത്രമെങ്കിലും ഉണ്ടാവില്ലേ? അവർ ഈ ഒരു MBBS പോയി പഠിച്ച ഒരാളല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഫോട്ടോ എവിടെയെങ്കിലും ഉണ്ടാവണ്ടേ? അവർ സ്കൂളിൽ പഠിച്ചതിൻ്റെയോ കോളേജിൽ പഠിച്ചതിൻ്റെയോ വീട്ടിൽ നിന്നെടുത്തതിൻ്റെയോ എവിടെയെങ്കിലും ഒന്നുണ്ടാവണ്ടേ? ഈ അമ്മ എന്ന് അവകാശപ്പെടുന്ന സുജാത ഭട്ട് അത്രയ്ക്ക് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലിറ്ററസി ഒന്നും ഇല്ലാത്ത ആളൊന്നും അല്ല. അവരവകാശപ്പെടുന്നതനുസരിച്ചിട്ട് അവർ CBIയിൽ സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. എൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാനതും മനസ്സിലാക്കുന്നത്. ഇനി ശരി ഉണ്ട് എന്ന് തന്നെ ആയിക്കൊണ്ടുപോട്ടെ. അപ്പോൾ CBI ഓഫീസിനകത്ത് സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പല ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുന്നുണ്ടാവില്ലേ? അവർ പോട്ടെ, MBBS പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ ഒട്ടിക്കാൻ ഒരു ഫോട്ടോ ഉണ്ടാവണ്ടേ? ഞാൻ ചോദിക്കാൻ നോക്കി, അവർ ഈ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ വിരോധമുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ MBBS പഠിക്കാൻ പോകുന്ന ഒരാൾ ആപ്ലിക്കേഷനിൽ ഒട്ടിക്കാൻ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ? അപ്പോൾ അതുപോലും ഇല്ലേ അവരുടെ കയ്യിൽ? അപ്പോൾ ഇത് എന്ത് തരം സ്റ്റോറിയാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഇനി പോട്ടെ, അവിടെ 100 കണക്കിന് മൃതദേഹങ്ങൾ, അത് ഏതാണ്ട് 1000 വരെ ഇടയ്ക്ക് എത്തിയായിരുന്നു, പിന്നെ കുറഞ്ഞു ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറഞ്ഞു വന്നതാണ്. ഈ 100 കണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നിടത്ത് നമുക്കൊരു 10 മൃതദേഹത്തിൻ്റെതെങ്കിലും കിട്ടണ്ടേ? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അസ്ഥികഷ്ണങ്ങളെല്ലാം കൂടി ഫോറൻസിക്കിൽ അയച്ച് നോക്കുന്ന സമയത്ത് അത് പുരുഷൻ്റെതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ഒരാൾ തലയോട്ടിയും കൊണ്ട് ആര് പറഞ്ഞു ഇത് പുരുഷൻ്റെതാണെന്നുള്ളത്? അല്ല മനാഫ്, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ എന്ത് പറയണമെന്ന് എഴുതി തരും. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് വെച്ചിട്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഞാൻ വായിക്കുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് അത് പുരുഷൻ്റെതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ഒരു ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്ന ആള് ഒരു തലയോട്ടി കൊണ്ടുപോയി, അത് ഒരു പുരുഷൻ്റെതാണ് എന്നാണ് ഞാനൊരു വാർത്താ മാധ്യമത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് ധർമ്മസ്ഥലയിൽ ചെന്ന് നിന്നിട്ട് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലൊന്നും ഞങ്ങളാരും നടത്തുന്നില്ല. ഞങ്ങൾക്ക് അതിലൂടെ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കി വിട്ടിട്ട് റവന്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബ് ചാനലൊന്നും ഞാൻ നടത്തുന്നില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വാർത്ത വരുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മളൊരു വാർത്ത നീതി വാങ്ങിത്തരാനാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളൊരു വാർത്ത വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ വാർത്തകളെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. അവിടെ എന്ത് സംഭവിച്ചു, അവിടെ SIT അവിടെ എക്സ്ഹ്യൂമേഷൻ തുടങ്ങുന്നു. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ 100 ഇപ്പോൾ ഞാൻ വളരെ സെൻസിബിളായിട്ട് തന്നെ പറയുകയാണ്, അവിടെ 100 കണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ധരിച്ചിരുന്നത് അതിനകത്ത് സത്യമുണ്ടാവും എന്നാണ്. കാര്യം 100 കണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു, അതും വളരെ കൺവിൻസിംഗ് ആയിട്ട് 1980-കൾ മുതൽ 2000-ന്റെ തുടക്കം വരെ എന്നൊക്കെ പറയുന്ന സമയത്ത് 20 വർഷങ്ങൾ കൊണ്ട് 100-100 ചില്ലുവാൻ ആൾക്കാരെയൊക്കെ അവർ ചിലപ്പോൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. എന്നാലും ധർമ്മസ്ഥല പോലൊരു സ്ഥലത്ത് ഇതൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവിടെ SIT ഉണ്ടാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലല്ല നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കുന്ന, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഞാൻ പറഞ്ഞു തീർത്തില്ല, അവിടെ അടങ്ങിയിരിക്കും. അവിടെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ആള്
ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ മുഖങ്ങളിൽ ഒരാളായിട്ടുള്ള ആളാണ് നമ്മുടെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ സുരേഷ് ജി പറഞ്ഞതുപോലെ തന്നെ അവിടെ ഓൾറെഡി DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശിവകുമാർ കുറച്ചൊരു വേറൊരു ട്രാക്കിൽ പോകുന്ന ആൾ. സിദ്ധരാമയ്യ ഒരു കർണാടക പൊളിറ്റിക്സിനകത്ത് ഇടപെട്ടിട്ടുള്ള ആൾക്കാർക്കറിയാം വലിയൊരു ഹിന്ദു വിരുദ്ധ മുഖമായിട്ടാണ് അദ്ദേഹം എല്ലാ കാലഘട്ടങ്ങളിലും നിന്നിട്ടുള്ളത്. എന്ത് വിഷയം വന്നാലും ഒരു ആൻറ്റി ഹിന്ദു നിലപാടെടുക്കുക എന്നുള്ളതാണ് സിദ്ധരാമയ്യ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ അവിടെ ഭരണം നടക്കുന്ന സമയത്ത് ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് ആൾക്കാരെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അവിടെ സ്വാഭാവികമായിട്ട് ഏത് തലത്തിലായിരിക്കും ആ ഗവൺമെൻറ്റിൻ്റെ സമീപനം ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. അവിടെ ഇത്രയധികം ഈ പറയുന്ന യൂട്യൂബർമാർ മുഴുവനുണ്ട്, ഇത്രയധികം വാർത്താ ചാനലുകളുണ്ട്, ഇത്രയും സംവിധാനങ്ങളുണ്ട്, SIT രൂപീകരിക്കുന്നുണ്ട്, മോണിറ്റർ ചെയ്യാൻ മുകളിൽ അവർക്ക് വിശ്വാസമുള്ളൊരു മുഖ്യമന്ത്രിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൊണ്ട് അവിടെ ചെന്ന് ഇത്രയും കുഴിക്കുമ്പോൾ ഒന്നാമത്തെ സൈറ്റിൽ കുഴിച്ചു, ഒന്നും കിട്ടിയില്ല. രണ്ടാമത്തെ സൈറ്റിൽ കുഴിച്ചു, ഒന്നും കിട്ടിയില്ല. ആറാമത്തെ സൈറ്റിൽ നിന്ന് എന്തോ ഒരു സാരിയുടെ പീസ് എന്തോ കിട്ടിയെന്ന് പറയുന്നു. പിന്നെ ഒന്നോ രണ്ടോ എല്ലും കഷ്ണം കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ 11ാമത്തെ സൈറ്റിൽ നിന്നാണ് വീണ്ടും അത് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ 11ാമത്തിൽ 6ാമത്തിൽ ഏതുകൊണ്ട് സിമിലർ ആണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനകത്ത് എവിടെയാണ് ഈ 100 കണക്കിന് മൃതദേഹങ്ങൾ? നിങ്ങൾ പറയുന്നിടത്ത് എല്ലാവരും കുഴിക്കുകയല്ലേ? കുഴിക്കാണ്ടിരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് തന്നെയല്ലേ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകാനേ നമുക്ക് നീതി വാങ്ങിത്തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഏറിൽ നീതി വാങ്ങിത്തരാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓക്കെ, ശരി, ഈ 400 ചില്ലാൻ ആൾക്കാരെ കുഴിച്ചിട്ടില്ല, 100 ചില്ലാൻ ആൾക്കാരെ കുഴിച്ചിട്ടു. ഈ 100 ചില്ലാൻ ആൾക്കാർക്ക് പേരില്ലേ? പിന്നെ നമ്പ്യാർ ഇദ്ദേഹം പറയുന്ന വളരെ ബുദ്ധിപരമായ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു 2005 വരെ. 10 കിലോമീറ്റർ അപ്പുറത്താണ് ഉണ്ടായിരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിലെ ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കൈമനം എന്ന് പറയുന്ന സ്ഥലം, ഈ കൈമനം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഒരു 10 വർഷം മുമ്പ് എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് എവിടെയായിരുന്നിരിക്കും നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ഫോർട്ടിൽ പോകണമായിരുന്നു. കൈമനം മുതൽ ഫോർട്ട് വരെ പോകണമെന്നുണ്ടെങ്കിൽ 8-9 കിലോമീറ്റർ വരും. ഇപ്പോഴാണ് കരമന പോലീസ് സ്റ്റേഷൻ വന്നത്. 3-4 കിലോമീറ്റർ അപ്പുറത്ത് കരമന പോലീസ് സ്റ്റേഷൻ വന്നത് എപ്പോഴാണ്? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഒന്ന് 2005-2009 ടൈമിൽ എന്തോണം വന്ന്. അപ്പോൾ അതിനു മുമ്പ് ഇല്ലായിരുന്നു. ഈ നമ്മുടെ നാട്ടിലും എല്ലായിടത്തും 10 കിലോമീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താ, ഉഗാണ്ടയിലും വല്ലതുമാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. 10 കിലോമീറ്റർ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാണ്. 2003 മുതൽ അവിടെ മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനങ്ങളുണ്ടെന്നേ അവിടെ. ചുമ്മാ ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് ഞാൻ ധർമ്മസ്ഥലയിൽ പോയിട്ടുണ്ട്, എനിക്ക് അവിടുത്തെ അറിയാം. അവിടെ 10 കിലോമീറ്റർ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോണ്ടിരിക്കുന്ന പൊതുജനങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര ദൂരം വരും എന്നുള്ള കാര്യം. ഒരു 6, 7, 8 കിലോമീറ്റർ ഒക്കെ ഇല്ലാണ്ട് എവിടെയാന്നേ പോലീസ് സ്റ്റേഷൻ എല്ലാവരുടെ വീട്ടിൻ്റെ അടുത്ത് ഓരോ പോലീസ് സ്റ്റേഷൻ കൊണ്ട് വെച്ച് തരാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൽ 10 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുക നോർമലി. അപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ കാണാൻ കൊണ്ട് പോയി കഴിഞ്ഞാൽ, എനിക്ക് കോമൺ സെൻസിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ കാണാൻ കൊണ്ട് പോയി കഴിഞ്ഞാൽ 10 കിലോമീറ്റർ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ ഉള്ളു കേട്ടോ. അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ ഇരിക്കോ? അത് 100 കണക്കിന് ആൾക്കാർ. എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കഥ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുറച്ച് ആൾക്കാർ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്നേ. എല്ലാവർക്കും ഡൈജസ്റ്റ് ആവാൻ പറ്റുന്ന തലത്തിലൊരു കഥ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കും വിശ്വസിക്കാം, നമുക്കും നീതി വാങ്ങിത്തരാം. ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ, അനന്യ ഭട്ടിൻ്റെ തിരോധാനം, അത് എനിക്ക് തോന്നുന്നു താങ്കൾ കുറേ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ പങ്കുവെക്കാനാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ അനന്യ ഭട്ടിൻ്റെ ഒരു ഫോട്ടോ പോലും കിട്ടിയില്ല, നേരത്തെ യുവരാജ് പറഞ്ഞതുപോലെ. ഇത് കഥ തുടങ്ങണത് അനന്യ ഭട്ട് എന്നുള്ള ഒരു സ്ത്രീ പറ്റിയിട്ടാണ്. ഇവര് ധർമ്മസ്ഥലയായിട്ട് 2003 തൊട്ട് ഇവർക്കൊരു അടി നടക്കുന്നുണ്ട്. ഇവരും ധർമ്മസ്ഥലയും വീരേന്ദ്ര ഹെഗഡെയായിട്ട് ഒരു പേഴ്സണൽ ബാറ്റിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡാണ് ഞാൻ വായിക്കുന്നത്. ബിക്കോസ് ഞാനൊരു ജേർണലിസ്റ്റ് ആയ കാരണം എനിക്കിത് ജേർണലിസ്റ്റിക് സോഴ്സിൽ കിട്ടിയതാണ്, ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണ്. അവരുടെ മംഗളൂർ റിപ്പോർട്ടർ ഫയൽ ചെയ്ത സ്റ്റോറിയാണത്. ഇത് 2-3 പബ്ലിക്കേഷനിലും വന്നിട്ടുണ്ട്. ഇവർ പറഞ്ഞ മാതിരി MBBS കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലിൽ പഠിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ മണിപ്പാലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു റെക്കോർഡ് തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഇവർ ഓൺ ഫാമിലി പറഞ്ഞിരിക്കുന്നത്, ഫാമിലി അടുത്ത ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് സുജാതയ്ക്ക് ഒരു മോളുണ്ടെന്ന് അവർ ഇന്ന് വരെ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ കാര്യം അനിലെ, ഇതിൽ ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്ന വേറൊരു കാര്യം, സുജാത ഇതിന് മുമ്പ് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിരുന്നു. ഇവർ ഒരു ഹോസ്പിറ്റലിൽ പിടിച്ചുകൊണ്ട് പോയി, അതിനു മുമ്പ് റൂമിൽ കെട്ടിയിട്ടു, 3 മാസം റൂമിൽ കെട്ടിയിട്ടു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കോമയിൽ കിടന്നു കുറേ കാലം എന്ന് പറഞ്ഞു. പക്ഷേ അടുത്തുള്ള ഹോസ്പിറ്റൽ, ഇവർ പറഞ്ഞ ഹോസ്പിറ്റൽ നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു റെക്കോർഡും അവിടെ ഇല്ല. ഇവർ അഡ്മിറ്റ് തന്നെ ചെയ്തിട്ടില്ല.
അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു CBI കൊൽക്കത്ത ഓഫീസിൽ ഇവർ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു. നിന്ന് വൈകുന്നേരം CBIയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരാൾ കൽക്കട്ട ഓഫീസിൽ വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ്, 1999 തൊട്ട് 2007 2007 വരെ സുജാത താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരാണ് റിപ്പോൺ പെറ്റ്, ഷിവമോഗ. പണ്ട് ഷിവമോഗ എന്ന് പറഞ്ഞു, ഇപ്പോൾ ഷിവമോഗയിൽ പ്രഭാകർ ബാലിക എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ താമസിച്ചിരുന്നത്. ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല, ഇവരൊരു അനിമൽ ലവർ ആയിരുന്നു എന്നാണ് അവിടുത്തെ ലോക്കൽ മാഗസീൻ മുതൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റോറി പറയുന്നത്. ചൈൽഡ്ലെസ് അനിമൽ ലവേഴ്സ് എന്നാണ് ഇവരെ പറ്റി പറയുന്നത്. അങ്ങനെ ഇവർക്കൊരു മോളില്ല, പക്ഷെ ഇവർക്ക് ഒരു ധർമാധികാരിയായിട്ട്, ദാറ്റ് ഇസ് വീരേന്ദ്ര ഹെഗ്ഡെ ആയിട്ട് ഒരു പേഴ്സണൽ ബാറ്റിൽ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കഥ വന്നപ്പോൾ കഥയാണ്, പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അവർക്ക് എന്ത് പറ്റുന്നത്, 2-3 നുണകളുടെ അവിടെ പിടിച്ചു. പ്രഭാകർ ബാലികയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. ലോക്കൽ മാഗസീൻസ് പറയുന്നത് ഷിവമോഗ എന്നുള്ള ലോക്കൽ മാഗസീൻസ്. ഇതാണ് അവരുടെ ഡീറ്റെയിൽസ്, ഇതാണ് പ്രൂഫ്. ഇവ മനാഫ് പറയുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ CBI ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തു, അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഇതിൽ വർക്ക് ചെയ്ത്. അവിടെ തന്നെ തുടങ്ങുന്നുണ്ട് നോണ. ഇവർ കൽക്കട്ടയിൽ പോയി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു, ഇവർ കൽക്കട്ടയിൽ പോയിട്ട് തന്നെ ഇല്ല എന്ന് പറയുന്നത്. കൽക്കട്ടയിൽ വർക്ക് ചെയ്തിട്ട് തന്നെ ഇല്ല ഇവർ ഉണ്ടായിരുന്നത് കർണാടകത്തിൽ തന്നെയായിരുന്നു, ഷിവമോഗയിലായിരുന്നു. കൂടെ താമസിച്ച ആളുണ്ട്, ഇവർ ഓൺ റിലേറ്റീവ്സ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് SITക്ക്, ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് ശരിക്കും നടന്നിട്ടുള്ളത്. മുനാഫ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഞാൻ അതാണ് ഇതാണെന്ന്. വേറെ ഒന്നും പറയേണ്ട ആവശ്യം. മുനാഫ് എങ്ങനെ അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ മതി, കാരണം അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ്. എങ്ങനെയാണ് ഈ കേസ് അവിടെ എത്തിയത്, എങ്ങനെയാണ് ഈ സ്ത്രീയെ ഇല്ലാത്ത കേസ് ഉണ്ടാക്കിയിട്ട് ഈ ഇല്ലാത്ത മോളിനെ പറ്റി കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ നുണ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവർ പറയുന്നത് ഞങ്ങളുടെ മോളവിടെ പഠിച്ചു, മെഡിസിൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് അവർ പറയുന്നു. CBIക്ക് വർക്ക് ചെയ്തു എന്ന് പറയുന്നു, CBI പറഞ്ഞു ഇല്ല എന്ന് പറയുന്നു. ലോക്കൽസ് പറഞ്ഞു ഇവർക്ക് മോളില്ല, ഇവർ ഓൺ റിലേറ്റീവ്സ് പറഞ്ഞു ഇവർക്ക് മോളില്ല, ഇവർ ചൈൽഡ്ലെസ് ആയിരുന്നു. പ്രഭാകർ ബാലിക എന്ന ഒരാളുടെ കൂടെ താമസിച്ചിരുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട് ഇവർക്ക്. 2003 തൊട്ട് പിന്നെ ഇവർ അടിച്ചു, 3 മാസം കോമയിലായിരുന്നു, ഹോസ്പിറ്റലിൽ എവിടെയും ഒരു റെക്കോർഡിൽ ഇതില്ല. ഇവരൊരു പാരനോയിഡ് ക്യാരക്ടറായിട്ടാണ് എനിക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു എന്താ പറയുക, ഒരു ഫോൾസ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ആളെ, ശരി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വീരേന്ദ്ര ഹെഗ്ഡെ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും, പക്ഷെ അതിന് നിങ്ങൾ ഇല്ലാത്തൊരു കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ഈ പറഞ്ഞ മാതിരി മുനാഫിൻ്റെ മാതിരി ആൾക്കാരെ വിട്ടിട്ട് ഇങ്ങനെ കഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ മാംഗ്ലൂരിലെ മേജർ ജേർണലിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും മുനാഫിൻ്റെ അടുത്ത് കഥ. മുനാഫ് ഈ പറഞ്ഞ ഞാൻ അവിടെ പോയി, ഞാൻ ധർമ്മസ്ഥലയിൽ പോയി, ഞാൻ അവിടെ താമസിച്ചു, എനിക്ക് എവിടെ ഇരുന്ന് ധർമ്മസ്ഥലയിലുള്ള റിപ്പോർട്ടേഴ്സായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ അങ്ങനെയാണ് ഇൻഫർമേഷൻ എടുക്കുക. അനിൽ എന്നെ വിളിച്ചപ്പോഴും ഡിബേറ്റ് ഞാൻ മുമ്പ് ചെയ്ത കാര്യം അതാണ് ഞാൻ നിങ്ങൾക്ക് തന്ന ഇൻഫർമേഷൻ അല്ല. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഇതുണ്ട് അനിൽ, മനസ്സിലാക്കണം. ഇസ്ലാമിക് റിവൈവൽ ആ ഏരിയയിൽ 18% മുസ്ലിം പോപ്പുലേഷൻ കൂടിക്കുന്നത്. നമ്മൾ ഈ കൊടകു എന്ന സ്ഥലം അനിൽ അറിയായിരിക്കും, കൂർഗിൽ പണ്ടൊരു റൂൾ ഉണ്ടായിരുന്നു. അവിടുത്തെ കോഫി എസ്റ്റേറ്റ് നോൺ ലോക്കൽസ് ആരും വാങ്ങാൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ടായിരുന്നു. അത് ഈ കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോഴാണ്, ഇതിനു മുമ്പ് വന്ന സിദ്ധരാമയ്യ ഗവൺമെന്റ് റൂൾ മാറ്റിയിട്ട് ഇപ്പോൾ കൂർഗിലത്തെ പകുതിയിൽ കൂടുതലുള്ള അവിടുത്തെ കോഫി എസ്റ്റേറ്റ് കേരളത്തിലുള്ള മുസ്ലിംസിന്റെ കയ്യിലാണ് കിടക്കുന്നത്. അവിടുത്തെ ലോക്കൽസ് ഇതിന് അഗേൻസ്റ്റ് വളരെ അജിറ്റേഷൻ നടക്കുന്നുണ്ട്. അവിടെ ഞാൻ ഗോണിക്കൊപ്പലിൽ പോയിരുന്നു ഒരു 2 കൊല്ലം മുമ്പ്. അവിടെ ഞാൻ കണ്ടു പള്ളികൾ, പണ്ട് ഉണ്ടാവാത്തതാണ് പള്ളികൾ ഇതൊക്കെ, സഡനിൽ അവിടെ ഇവിടുന്ന് വന്നു പള്ളികളൊക്കെ. ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ധർമാധികാരി അവർ ജെയിൻസ് ആണ്, ഞാൻ ദിഗംബർ ജെയിൻസ് ആണ്. അവർ ദിഗംബർ ജെയിൻസ് കമ്മ്യൂണിറ്റിയുടെ അഗേൻസ്റ്റ് ഇവർ വിചാരിച്ചു ആദ്യം ഹിന്ദുക്കളാണെന്ന്. ജെയിൻസ് ഹിന്ദുക്കളാണ്, ബട്ട് ഇതാണ് ഇവർ ചെയ്യുന്നത്. ആ ഏരിയയിൽ ത്രെറ്റ്, ഞാൻ പറഞ്ഞ ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പുതിയതായിട്ട് വന്ന 12 പള്ളികളുണ്ട് ആ ഏരിയയിൽ. എങ്ങനെ വന്നു, ആര് ഫണ്ട് ചെയ്യണു, നമുക്ക് എല്ലാവർക്കും അറിയാം. PFI ആയാലും SDP ആയാലും ഇവരുടെയൊക്കെ ഒരു സ്ലീപ്പർ സെല്ലുകൾ അവിടെ ഉണ്ട്. ഞാൻ മുനാഫ് സ്ലീപ്പർ സെല്ലാണെന്നല്ല പറയുന്നത്, പക്ഷെ മുനാഫിൻ്റെ ആർഗ്യുമെന്റ് കേൾക്കുമ്പോൾ എനിക്കൊരു സംശയമില്ല. ബിക്കോസ് ഞാൻ 39 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്, മീഡിയയിലുള്ള ആളാണ്. ഞാൻ പറയാം, വളരെ ക്ലിയർ ആണ്. ഞാൻ അനിയൊരു 10 ദിവസം കഴിഞ്ഞിട്ട് ഡിബേറ്റ് വെക്കോ, ഇതേ മുനാഫിനെ നിങ്ങൾക്ക് കാണില്ല അപ്പോൾ. ബിക്കോസ് അപ്പോൾ എല്ലാ കഥകളെല്ലാം മാറും. അതൊക്കെ പോട്ടെ, നിങ്ങൾ ആരുടെ മോനായാലും കുഴപ്പമില്ല, അപ്പോൾ ആരും ചോദിച്ചില്ല അവിടെ. അതൊക്കെ നിങ്ങൾ എങ്ങനെ എത്തി അവിടെ, അത് ഞാൻ ചോദിച്ചില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണെന്ന്. അവിടെ കർണാടകത്തിലെ പോപ്പുലേഷൻ എങ്ങനെ കൂടിയാന്ന് പറഞ്ഞുതരും. 18% എങ്ങനെ കൂടി മുസ്ലിംസ് 2003 തൊട്ട് 2009 വരെ. ഇതാണ് അവിടുത്തെ റെക്കോർഡിലുള്ളതാണത്. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ ത്രെറ്റാണ് ഇവർക്ക്. ഈ ധർമാധികാരി അവിടെ ഉള്ളത് ഒരു ത്രെറ്റാണ്, ഇൻഡയറക്റ്റ് ആണ്. നമുക്ക് ഇപ്പോഴും മുനാഫ് എന്താ പറയുന്നത്, ഞങ്ങൾക്ക് അവരുടെ അഗെയിൻസ്റ്റ് ഒന്നുമില്ല, ഞങ്ങൾ അവരെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ അവിടെ ആരാളെ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി, അയാളാണ് ഈ വെളിപ്പെടുത്തൽ
നടത്തിയതെന്നാണല്ലോ പറയുന്നത്. പക്ഷേ അയാൾക്ക് ക്ഷേത്രവുമായിട്ടൊരു ബന്ധവുമില്ല, ശുചീകരണ തൊഴിലാളിയുമല്ല. അയാൾ ഈ നേത്രാവതി നദിയുടെ തീരം വൃത്തിയാക്കാൻ കരാർ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. അതാണിപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അപ്പോൾ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി എന്നാക്കിയത്. മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം, അതല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നോക്കൂ, എല്ലാം കണക്ട് ചെയ്യുകയാണ്, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പം മനാഫ് പറഞ്ഞു ക്ഷേത്രത്തോട് അല്ലെങ്കിൽ ഈ ധർമാധികാരിയോട് യാതൊരു തരത്തിലുള്ള എതിർപ്പോ വിദ്വേഷമോ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ മനഃപൂർവ്വം ക്ഷേത്രവുമായി കണക്ട് ചെയ്യുന്ന, ബന്ധപ്പെടുത്തുന്ന ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. സുഭാഷ് ബാബു സാർ, ഈ മാൻ മിസ്സിംഗ് കേസസ് പറഞ്ഞല്ലോ, ഇപ്പം 100 അല്ലെങ്കിൽ 1000 ഒന്നും വേണ്ട, ഒരു 10 അല്ലെങ്കിൽ 5 ആണെങ്കിൽ പോലും പോലീസ് അത് അന്വേഷിക്കില്ലേ? ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നതെന്നൊക്കെ പറയുന്നത്, അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ശീർഷകം എല്ലാ സംസ്ഥാനങ്ങളിലും അന്വേഷിക്കപ്പെടുന്നതാണ്. അത് ഇപ്പോ നമ്മുടെ കേരള പോലീസ് ആക്ടില് അതിന് 59 എന്ന് പറയുന്ന വകുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് അങ്ങനെയുള്ള പോലീസ് മാനുവലില് അനുസരിച്ചിട്ടാണ് ചെയ്തുകൊണ്ട് അത് എല്ലാ സംസ്ഥാനത്തും ചെയ്യുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആരെയെങ്കിലും കാണാനില്ല എന്ന് പറയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് മരണം വരെ സംഭവിച്ചിരിക്കാം എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഈ കേസ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള അന്വേഷണം നടത്തുകയും അതിനെ തുടർന്ന് ഈ മാൻ മിസ്സിങ്ങിനെ സംബന്ധിച്ചിട്ട് അതിന്റെ അന്വേഷണം എന്ന് പറയുന്നത് പ്രദേശത്ത് ഉള്ള ആളുകളോട്, അതുപോലെ തന്നെ നമ്മളുടെ മെസ്സേജുകൾ എല്ലാ സ്ഥലത്തും കൊടുക്കുക, ഫോട്ടോ സർക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ക്രൈം കാർഡ് അതേമാതിരി കുറച്ച് രേഖാപരമായിട്ടുള്ള അയക്കാനുണ്ട്. അത് ഗസറ്റ് എന്ന പോലീസ് ഗസറ്റുകളുണ്ട്, അതിൽ കൊടുക്കുക. പിന്നെ ബുള്ളറ്റിനുകളുണ്ട്, CBI ബുള്ളറ്റിൻ ഉൾപ്പെടെ. അങ്ങനെയുള്ളതിനകത്തിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പബ്ലിഷ് ചെയ്യാം. അങ്ങനെ വ്യാപകമായിട്ട് അന്വേഷണം നടന്ന് ഈ മിസ്സിംഗ് ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ, ബസ് സ്റ്റാൻഡിലെ, പൊതുസ്ഥലങ്ങളെ, റോഡിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ നോക്കും. പിന്നെ ശവശരീരങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് എവിടെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശവശരീരങ്ങളൊക്കെ ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ, ഇതിന്റെ അടയാളങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്തതിന് ശേഷമാണോ ഇല്ലയോ എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാട് വ്യാപകമായിട്ട് അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം കിട്ടിയില്ലെങ്കിൽ അത് താൽക്കാലം അവിടെ വെക്കുക. ഏതാണ്ട് 2-3 കൊല്ലം അന്വേഷിച്ചതിന് ശേഷം താൽക്കാലികമായിട്ട് അത് ആളെ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ക്ലോസ് ചെയ്യും. പിന്നെ അത് വേണമെങ്കിൽ രണ്ടാമത് ഓപ്പൺ ചെയ്യാവുന്നതാണ് അവിടുത്തെ സംവിധാനം. അപ്പൊ അന്വേഷണം അനിവാര്യമാണ്. കാരണം ഏതൊരു വ്യക്തിയും മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് കിട്ടുകയല്ല, അത് അവിടുത്തെ രേഖയിൽപ്പെടുത്തുകയും കേരളത്തിൽ FIR ഇടണമെന്നാണ്. മറ്റു സ്ഥലത്ത് അങ്ങനെയല്ല, അതിന് പ്രത്യേകമായിട്ട് രജിസ്റ്റർ വെച്ചിട്ട് അതിന്റെ അന്വേഷണം നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ശരി, അതിനൊരു ശക്തമായ അന്വേഷണം, ഒരു അന്വേഷണത്തിന്റെ നടപടിക്രമം അനുസരിച്ച് തന്നെ ഒരു ശക്തമായ അന്വേഷണം നടത്തുകയും അതിനുശേഷം ആളെ ട്രേസ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ എന്താണ് അതിന്റെ അടിസ്ഥാനം, മറ്റേതെങ്കിലും രീതിയിൽ അദ്ദേഹം സ്വന്തം പോയതാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് കോടതിയിൽ ഹാജരാക്കി ബന്ധുക്കളെ ഏൽപ്പിച്ചു കൊടുത്ത് അത് അവസാനിക്കും. അതല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള കേസുകളാണ്, ക്രൈം കേസുകളാണ്, അദ്ദേഹത്തിന് ആരെയും പിടിച്ചുകൊണ്ട് കൊണ്ടുപോയതാണ്, അല്ലെ ഭീഷണിപ്പെടുത്തി, അതിന്റെ കേസെടുത്ത് അന്വേഷിക്കും. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അന്വേഷിക്കാതിരിക്കാൻ പോലീസിന് പറ്റില്ല. ബോധപൂർവം പോലീസ് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. എന്നാലും അവിടെ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞതിന് ഏതെങ്കിലും രേഖ അവരുടെ കൈവശം ഉണ്ടാകും. ഉണ്ടായാലും ശരി, ഏത് പിന്നെ പരാതി നമ്മൾ പോലീസ് സ്റ്റേഷനോ അല്ല വേറെ ഏതെങ്കിലും ഓഫീസിൽ കൊടുത്ത് അതിന്റെ ഒരു കോപ്പി എല്ലാവരും സൂക്ഷിക്കാറുണ്ട്. അപൂർവം ചില ആളുകൾ വലിയ മനാഫ് പറഞ്ഞത് ഏകദേശം 435ഓളം മാൻ മിസ്സിംഗ് കേസസ് ഉണ്ട് എന്ന്. അതിലൊന്നും അന്വേഷണം നടത്താതിരിക്കുമോ? അങ്ങനെ ഒരു ഉദാസീനത പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? മാത്രമല്ല, അതൊരു വലിയൊരു കോൺട്രവേഴ്സിയായി മാറില്ലേ? ആ ഭീതിയിലെങ്കിലും പോലീസ് അതിൽ ഇടപെടില്ലേ, അന്വേഷിക്കില്ലേ? അല്ലാതെ അത് അങ്ങനെ ഒരു അന്വേഷണത്തിലുള്ള സാധ്യത പോലും തള്ളിക്കളയുമോ? സുഭാഷ് ബാബു സാർ. തീർച്ചയായിട്ടും. അല്ല, അത്രയൊക്കെ പോയി കഴിഞ്ഞാല് പോലീസിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ഒരാളിപ്പോ നമ്മുടെ വീട്ടിലെ ഒരു ബന്ധു ആരെങ്കിലും പിന്നെ ഏതെങ്കിലും രീതിയിൽ മിസ്സിംഗ് ആണ്, കാണാതെ പോവുകയാണെങ്കിൽ, അപ്രത്യക്ഷനായി കഴിഞ്ഞാൽ നമ്മളത് മിണ്ടാണ്ടിരിക്കുകയല്ലോ. ഒരു സ്ഥലത്ത് സമീപിച്ചു, അവിടെ നടപടി ഉണ്ടായില്ലേ അതിന് ബന്ധപ്പെട്ട ഹയർ അതോറിറ്റിയിൽ സംഭവിക്കാം, അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കുക. അതൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യമല്ലേ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കോടതിയിൽ വേണമെങ്കിൽ പോയിട്ട് പറയാം ഇങ്ങനെ ഒരാളെ പിന്നെ കാണാനില്ല, അത് ചില പ്രത്യേക സാഹചര്യത്തിൽ ആരെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതി ഭീഷണിയോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ ആരെങ്കിലും ആക്രമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് അവരുടെ പ്രതികാരം എന്നുള്ള രീതിയിൽ എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ നമ്മൾ സംശയിക്കുക. അല്ലെ പ്രണയ നൈരാശ്യം വന്നു, അല്ലെ വീട്ടിലെ പ്രശ്നം ഉണ്ടായിട്ട് അവിടെ നിന്ന് അവരുമായിട്ട് കലഹം ഉണ്ടാക്കിയതിനു ശേഷം പോയി
ഇപ്പൊ എന്തായാലും ശരി, അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്ന് പറയുന്ന ഗൗരവമുള്ള പ്രശ്നമാണ്. ഈ 450 ഒന്നും അന്വേഷിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കും. അവിടെ ഒരു കേസുകളും ഇല്ലാന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അന്വേഷണം ഇല്ലാതെ വരാൻ പറയുന്ന മഹാത്ഭുതം എന്നല്ലാതെ അത് എന്തായാലും സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കേരളത്തിൽ സംഭവിക്കില്ല, മറ്റിടത്തൊക്കെ സംഭവിച്ചേക്കാം ചില സംസ്ഥാനങ്ങളിലൊക്കെ. പക്ഷെ അത് ഇത്രയും വ്യാപകമായിട്ട് 400-450 കേസൊക്കെ ഉണ്ടായിട്ട് അതിൽ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസനീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ എത്ര ദൂരമായാലും ശരി, പോലീസ് സ്റ്റേഷൻ ഇപ്പൊ 10 കിലോമീറ്റർ ഒന്നും വലിയ ദൂരമൊന്നുമില്ല അവിടെ. കാരണം അവിടെ ദിവസം പടി 10,000-കണക്കിന് വാഹനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വാഹന സൗകര്യമുള്ള ആയതുകൊണ്ട് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോകാൻ അവർക്ക് ബെൽത്തങ്ങാടി എവിടാന്ന് വെച്ചാൽ അവിടെ പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അത് നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സാധാരണ ബുദ്ധിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ മനാഫിന്റെ ഈ പവർ വെച്ചാണോ അൽ ജസീറയും ധർമ്മസ്ഥലയിലേക്ക് കൊണ്ടുവന്നത്? സാറെന്താ അൽ ജസീറിനെ പറ്റി മാത്രം പറയണത്? അവിടെ ബാക്കിയില്ല, മലയാള മാധ്യമങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്തത് കണ്ടതാണ് നമ്മള്. അൽ ജസീറ എത്തണമെങ്കിൽ അൽ ജസീറ മാത്രം ചെയ്യുന്നതിനെ കൊണ്ട് എന്താ കാര്യം? ഇതേമാതിരി തന്നെ കർണാടകയിലെ വിധാൻ സൗദയില് ഇന്നലെ BJPന്റെ ഒരു MLA പറഞ്ഞ് പാകിസ്ഥാനിലെ ന്യൂസ് ചാനലിലൊക്കെ വന്ന് അപ്പം തന്നെ കോൺഗ്രസിന്റെ MLA-മാര് ചോദിച്ച് അതിന്റെ തെളിവ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അദ്ദേഹത്തിന് 1 മണിക്കൂർ സമയം കൊടുത്തിട്ട് പോലും ഒരു പാകിസ്ഥാനിലെ ചാനലിലെ ഒരു ലിങ്ക് പോലും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അൽ ജസീറിന്റെ കാര്യം വരിക, അൽ ജസീറ എന്തുകൊണ്ട് അത് ചെയ്തെന്നുള്ളത് എനിക്കതെങ്ങനെ അറിയും? ഓക്കെ, ഇനി അൽ ജസീറക്ക് എന്താ ചെയ്യാൻ പറ്റൂല എന്ന് അങ്ങനെ ഉണ്ടോ? ഇല്ല, എനിക്കറിയില്ല. അത്ര നിയമമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. BBC-യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾ പഴയ മനാഫല്ല ഇപ്പൊ കൂടുതൽ പവർഫുൾ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. താങ്കളുടെ സ്വാധീനമാണോ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യാൻ കാരണം എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അത്ര ഇന്റർനാഷണലിലേക്ക് എത്തിയിട്ടില്ല പവർ. എത്തുമ്പോ അൽ ജസീറയിലേക്കും വിവരങ്ങൾ അറിയിച്ചോളാം. അല്ല മനാഫെ, ഇപ്പോഴും ഒരു പരസ്പരം ഈ പൊരുത്തപ്പെട്ടു പോകുന്നില്ലല്ലോ മനാഫെ. ഇതൊരു താങ്കൾ നേരത്തെ എന്റെ സാമാന്യ ബോധത്തെ താങ്കൾ ചോദ്യം ചെയ്തു, കോമൺ സെൻസിനെ താങ്കൾ ചോദ്യം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണക്കാരന് ഗ്രഹിക്കുന്ന രീതിയിലല്ലോ ഇതൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. താങ്കൾക്ക് ഇതില് അവിശ്വസനീയമായി തോന്നുന്നില്ലേ ഇത്? അതോ ഇതൊക്കെ സ്വാഭാവികമായി നടന്നു എന്നാണോ താങ്കളെപ്പോലുള്ളവർ ഇപ്പോഴും കരുതുന്നത്? ഇതിന്റെ പിന്നിലൊക്കെ അത്രയും പവർഫുൾ ആയ വ്യക്തികൾ ഉണ്ട് എന്നുള്ളത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന വിഷയമേ ഉള്ളൂ. ഇത് സ്വാഭാവികമായിട്ട് ആരാണ് ഇത്രയും പേരെ, ഇത്രയും സ്ത്രീകളെ, പെൺകുട്ടികളെയൊക്കെ റേപ്പ് ചെയ്ത് കൊന്നു തള്ളിയത്? നമ്പ്യാർജി, ഒരു കാര്യം, ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തന്നോട്ടെ. അങ്ങേക്ക് ഞാനിപ്പോ വാട്സാപ്പിനകത്ത് ഒരു ന്യൂസ് ലിങ്ക് അയച്ചിട്ടുണ്ട്. ആ ന്യൂസ് ലിങ്ക് എന്ന് പറയുന്നത് ഡോൺ എന്ന് പറയുന്ന പാകിസ്ഥാനി പത്രത്തിന്റെ ആണ്. അപ്പൊ ആ പാകിസ്ഥാനി പത്രത്തിൽ ഈ വാർത്ത വന്നതിന്റെ ലിങ്ക് ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ മനാഫ് പറഞ്ഞ് 2 മിനിറ്റ് തികയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 1 മണിക്കൂർ സെർച്ച് ചെയ്തിട്ട് കിട്ടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല. എന്നാലേ യുവരാജ്, താങ്കൾ എന്താ ചെയ്യേണ്ടി അറിയാം? ആദ്യം അത് കർണാടകയിലെ ആ MLA-ക്ക് ഒന്ന് അയച്ചു കൊടുത്താളെ. MLA-ക്കൊക്കെ പിന്നെ അയക്കും. ആദ്യം താങ്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ കാര്യം. അതിനുശേഷം നമുക്ക് MLA അന്വേഷിച്ചൊക്കെ പോവാം. അല്ല, ആദ്യം ഇത്തരം നുണകളൊക്കെ ഇവിടുന്ന് പറയുന്ന താങ്കളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ കർത്തവ്യം ഈ ചാനലിൽ ഇരുന്നുകൊണ്ട്. അതിനുശേഷം ഞാൻ MLA അന്വേഷിച്ച് പോവാം കേട്ടോ. അല്ല, ഞാൻ പറയുന്നത് MLA അന്വേഷിച്ചൊക്കെ ഞാൻ പൊയ്ക്കോളാം. ആദ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളത്തരത്തിന്റെ വ്യാപ്തി എത്രയാണെന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതുണ്ടല്ലോ, അത് ചെയ്യാന്നുള്ളതാണ് ഈ ചാനലിൽ ഇരിക്കുമ്പോൾ എന്റെ പ്രഥമമായ കർത്തവ്യം. അത് ഞാൻ ചെയ്യുന്നു. താങ്കളെ അല്ല ബോധ്യപ്പെടുത്തുന്നത്, ജനങ്ങളെയാണ് ബോധ്യപ്പെടുത്തുന്നത്. എത്ര വലിയ മണ്ടത്തരങ്ങളും എത്ര വലിയ കള്ളത്തരങ്ങളുമാണ് താങ്കൾ ഇവിടെ വന്നിരുന്ന ആൾക്കാർ കേൾക്കെ പറയുന്നത് എന്നുള്ള കാര്യം ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അത് ബോധ്യപ്പെടുത്തി, അത്രേ ഉള്ളൂ. താങ്കൾ തുടർന്നോളൂ, ബാക്കി തള്ളിക്കോളൂ. ആയിക്കോട്ടെ.
തള്ളൽ ആരാന്നൊക്കെ ഉള്ളത് ജനങ്ങൾക്ക് അറിയാം. അതെ, അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എല്ലാം ഇപ്പം അല്ല, ചോദിച്ച ഒരു ചോദ്യത്തിന് ഇതുവരെ ലോജിക്കലായ ഒരു മറുപടി വന്നില്ല. യുവരാജിനെ അല്ലേ, കേട്ടോ, ചോദിച്ച ഒരു ചോദ്യത്തിനും അല്ലല്ല, ഞാൻ ഈ നീതി വാങ്ങി, ഇപ്പൊ താങ്കൾക്ക് ഞാൻ നീതി വാങ്ങി തരണ്ട, താങ്കൾക്ക് ആദ്യത്തെ റൗണ്ടിൽ ഞാൻ നീതി വാങ്ങി തരണമായിരുന്നു. നീതി വാങ്ങി തരാൻ വേണ്ടിയിട്ട് ബേസിക്കായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചോദിച്ചു. ഇപ്പൊ അതോടുകൂടി താങ്കൾക്ക് നീതിയും വേണ്ടാണ്ടായി. താങ്കൾ ബാക്കി പറഞ്ഞോ. അങ്ങനെ ഒന്നുമില്ല, പോരേണ്ടി നീതി മേടിച്ചു തരാൻ ഇന്നെക്കാളും പവർഫുൾ അല്ലേ താങ്കള്, താങ്കളുടെ പാർട്ടിയല്ലേ കേന്ദ്രം ഭരിക്കുന്നത്, പോരേണ്ടി. പിന്നെ രണ്ടാമത്, അവിടെ ഇതുവരെ കിട്ടിയ അസ്ഥികൂടങ്ങൾ പട്ടിയുടേതോ പൂച്ചയുടേതോ അല്ല, മനസ്സിലായില്ലേ, മനുഷ്യന്മാരുടെ അസ്ഥികൂടങ്ങളാണ് കിട്ടിയത്. ഇതേ സ്ഥലത്ത് നിന്ന് കിട്ടിയതൊക്കെ SIT നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരാളുടെ കിട്ടിയുള്ളൂ. ആ പാവം കഷ്ടപ്പെടുത്തണമായിരുന്നോ? SIT പറയട്ടെ, അല്ല കുഴിച്ച് പാവം. ആദ്യം SIT പറഞ്ഞനുസരിച്ച് ഞങ്ങളുടെ അറിവിൽ ഒരെണ്ണമാണ് അവിടെ നിന്ന് കിട്ടിയത്. അതേതാണ്ട് 10-20-30 വർഷം എന്തോ പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട് ഒരെണ്ണത്തിന്. അതിപ്പോ നമുക്കറിയില്ല. ഇനിയിപ്പോ താങ്കളുടെ ഒരു വാദത്തിന് താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കുക, ഒന്നാണ് കിട്ടിയതെങ്കിൽ ആ ഒന്നിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ എന്റെ കൂടെ തീർച്ചയായിട്ടും അന്വേഷിക്കണം. ആ ഒന്ന് വന്നതിന് ഒരുപാട് കാരണം ഉണ്ടാവാതെ ചിലപ്പോ ആരെങ്കിലും ഒരു 10-30 വർഷം മുമ്പ് ആരെങ്കിലും അവിടെ ചിലപ്പോ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടാവും, പലതും സംഭവിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ. 10-30 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട് അതിന്. അത് അന്ന് ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, ചിലപ്പോ ഏതെങ്കിലും വ്യക്തികൾ ഒളിച്ച് ചെയ്തിരിക്കുന്ന ഒരു ക്രൈം ആയിരിക്കാം. പാർട്ടിയിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വന്നിട്ട് പറഞ്ഞിരുന്നു അവിടെ ആയിരക്കണക്കിന് ശവങ്ങൾ പഞ്ചായത്ത് വക കുഴിച്ചിട്ടിരുന്നു. അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അവിടെ ഡോക്ടർ വന്നിരുന്നു, ആയിരക്കണക്കിന് ശവം കുഴിച്ചിട്ടു. നമ്മളെ നിന്ന് അറിയില്ലല്ലോ മനാഫെ. മനാഫ് വന്നിരുന്ന നേരം മുതൽ ഓരോന്നായിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പൊളിയുമ്പോ അടുത്ത തള്ള്, അത് പൊളിയുമ്പോ അടുത്ത തള്ള്. എവിടെ വന്നേ ഇപ്പൊ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിലേക്ക് സപ്ലൈ ചെയ്ത് തുടങ്ങി. ഇത് SIT-ന്റെ മൊത്തം കാര്യങ്ങൾ പുറത്തു വരുമ്പോഴേ താങ്കൾ ഇതേമാതിരി ഒരു ചാനൽ ചർച്ചയിൽ വന്നിരിക്കണം. അല്ല, ഞാൻ വന്നിരിക്കും, താങ്കൾ ഒളിവിൽ പോയിരുന്നാൽ മതി. ഞാനിരിക്കും, താങ്കൾ ഒളിവിൽ പോകാതിരുന്നാൽ മതി. ഈ കോഴിക്കോടങ്ങാടി ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. താങ്കൾ ഒളിവിൽ പോകാതിരുന്നാൽ മാത്രം മതി കേട്ടോ. താങ്കൾ ഒളിവിൽ പോകാതിരുന്നാൽ മതി. താങ്കൾക്ക് ഒരു കാര്യം അറിയോ, ഇപ്പൊ അന്വേഷിച്ചു മനാഫ് അതിലൊക്കെ വരട്ടെ. അനന്യ പട്ടേലിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് മനാഫ് എന്താ കാണിക്കാത്തെ? മനാഫ്, ഞാൻ ചോദിച്ചതിന് താങ്കൾ ഉത്തരം പറയുന്നില്ല. താങ്കൾ ചോദിക്കുന്നതിന് നമ്മൾ ഈ അനന്യ പട്ടേലിന്റെ ഒരു ഫോട്ടോ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അനന്യ പട്ട് പഠിച്ച കോളേജിൽ നിന്നുള്ള ഒരു ഡേറ്റ കാണിച്ചു തരാൻ പറഞ്ഞു, ഒരു ഡോക്യുമെന്റ് കാണിച്ചു തരാൻ പറഞ്ഞു. താങ്കൾ ആദ്യം ഒരെണ്ണം കാണിക്കുക, പിന്നെ നമുക്ക് കാര്യത്തിലേക്കൊക്കെ പോവാം. നിങ്ങളെ പേരും നാളുള്ള ഒരാളുടെ കാര്യം പറഞ്ഞു. സുജാത ഭട്ടിനൊക്കെ നീതി കിട്ടണ്ടേ മനാഫേ? ഇതൊരുമാതിരി മറ്റേ ബോബി ഫണ്ട് വരും എന്ന് പറഞ്ഞ പോലെയാണോ? വരുമോ? അനന്യ ഭട്ടിന്റെ ഒരു ഫോട്ടോ. അല്ല മനാഫെ, നിങ്ങളെ പേരും നാളുള്ള ഒരാളുടെ കാര്യം പറഞ്ഞു. ആ ഒരാളുടെ ഡോക്യുമെന്റ്സ് ഒന്നും കാണിക്കാനേ പറയുന്നുള്ളൂ. നമുക്ക് ബാക്കി നീതി വാങ്ങിക്കാം. മനാഫേ, സുജാത ഭട്ടിന്റെ നീതി വാങ്ങി കൊടുക്കണ്ടേ? നമുക്ക് ഒരുമിച്ച് പോരാടാം. സുജാത ഭട്ടിന് മാത്രല്ല അവിടെയുള്ള സൗജന്യക്ക് നീതി മേടിച്ചു കൊടുക്കണം. അല്ല, എല്ലാവർക്കും മേടിക്കാമല്ലോ. നിങ്ങൾ ആദ്യം പറഞ്ഞ ഒരാളുടെ ഡോക്യുമെന്റുമായിട്ട് മുമ്പോട്ട് വാങ്ങല്ലേ പറയുന്നത്? അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ ഫോട്ടോ എവിടെ മനാഫേ? അത് അതിന്റെ സമയമാകുമ്പോ ഫോട്ടോ കവടി ഇറക്കേണ്ടി വരും. മനാഫെ ഒരു ഫോട്ടോ അല്ലേ ചോദിക്കുന്നത്? അത് നിങ്ങൾ കാണാതെ സോഷ്യൽ മീഡിയയിൽ അതാ കാണണേ. നിങ്ങൾ ജനം TV കാണാതെ ഇടക്കൊക്കെ മറ്റൊരു ചാനലുകൾ, അല്ല മറ്റു ചാനലിലും കാണുന്നില്ല. എന്നാൽ മറ്റു ചാനലിൽ കണ്ടതിന്റെ ഒരു ലിങ്ക് അയച്ചാ മനാഫെ. മറ്റു ചാനൽ കാണിച്ചതിന്റെ ഒരു ലിങ്ക് അയച്ചാ മനാഫെ. മനാഫിന്റെ വീഡിയോ പബ്ലിഷ് ചെയ്യും. മനാഫിന്റെ ഇപ്പൊ കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ മൊബൈൽ ഉയർത്തി കാണിച്ചാൽ മതി. അതെ, ആ ഫോണിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഉയർത്തി കാണിക്കുന്നത്. മനാഫിന്റെ തന്നെ ചാനൽ ഉണ്ട്. ആ മനാഫിന്റെ ചാനൽ കാണിക്കുന്നത് അത് മതി. അതല്ല ഞാൻ ചോദിക്കുന്നത്. മനാഫിന്റെ ചാനൽ കാണിച്ചാൽ മതി. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ മൊമെന്റ് വരെ ആയിട്ട് മനാഫിന്റെ ചാനലില് അവരുടെ ഫോട്ടോ കാണിച്ച ഒരു സാധനം കാണിച്ചാൽ മതി. ഒരു ലിങ്ക് ഇട്ടാൽ മതി. നമുക്ക് നമ്പ്യാർജിക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ മതി. നമുക്ക് ജനം TV കാണിക്കാമല്ലോ. മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന അനന്യ ഭട്ടിന്റെ ചിത്രം. അല്ല, അവര് പഠിച്ച കോളേജിനകത്ത് അവരുടെ സഹപാഠികൾ പറയുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്ത് റേറ്റിംഗ് കിട്ടുന്ന കാര്യമാണ്? നിങ്ങൾക്ക് മാത്രം പൈസ മനാഫേ? ഇത് ധർമ്മസ്ഥലയാണ് മനാഫേ, തെറ്റിപ്പോയി മനാഫേ. ശിരൂരല്ല മനാഫേ, ഇത് ധർമ്മസ്ഥലയാണ് മനാഫേ.
ശരി, നിങ്ങൾ ആ ചാനലിന്റെ പേര് പറയൂ. ഏത് ചാനലിൽ ഏത് സമയത്ത് പബ്ലിഷ് ചെയ്ത വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കാണാം. അല്ലല്ല, ഞാൻ പറയുന്നത് അത് ഏത് ചാനലിൽ ഏത് സമയത്ത് പബ്ലിഷ് ചെയ്ത വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കാണാൻ തയ്യാറാണ്. 2 ദിവസം മുന്നേ, 2 ദിവസം മുന്നേ ഏത് ചാനൽ? 2 ദിവസം മുന്നേ ഏത് ചാനൽ? എത്ര മണിക്കുള്ള വാർത്ത? അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ അത് ഇത്രയും ആ കേസ് ഫോളോ ചെയ്യുന്ന ഒരാൾ അതിന്റെ ഒരു ലിങ്ക് സൂക്ഷിക്കില്ലേ? അവരെത്തട്ടെ, സുജാത ഭട്ടിലേക്ക് തിരിച്ചു വരട്ടെ. ലോറി ഉടമ മനാഫ് പറഞ്ഞ ചാനലിലുണ്ട്. എന്താ ആ കുട്ടിയുടെ വീഡിയോ ഉണ്ടോ? ആ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ? അല്ല, അനന്യ ഭട്ടിന്റെ ഫോട്ടോ ഉണ്ടോ? ലോറി ഉടമ മനാഫ് ചാനലില് അതിന്റെ ഇടയിൽ കൂടെ യൂട്യൂബ് ചാനലിന്റെ പ്രൊമോഷനും കൂടെ സൈഡിൽ കൂടാ നടക്കട്ടെ. ആ ശരി, അതിനകത്ത് അനന്യ ഭട്ടിന്റെ ഫോട്ടോ ഉണ്ടോ? മനാഫിൽ കയറി കഴിഞ്ഞാലേ കുറച്ച് മതസൗഹാർദ്ദമുള്ള കാര്യങ്ങളും കൂടി കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അല്ല, മതസൗഹാർദ്ദമുള്ള കാര്യങ്ങൾ ഞങ്ങൾ കാലങ്ങൾ കുറേയായിട്ട് കണ്ടോണ്ടിരിക്കുന്നതാണ്. അത് അവിടെ ഇരിക്കട്ടെ, അതവിടെ മാറിയിരിക്കട്ടെ. മതസൗഹാർദ്ദമുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്. അത് അവിടെ തൽക്കാലം കൊണ്ടേക്ക് മാറിയിരിക്കട്ടെ. അതിന്റെ ഒന്നും അല്ല ഇവിടെ ചോദിച്ചത്. പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സ് അല്ല. ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സബ്സ്ക്രൈബേഴ്സ് അല്ല, അതൊക്കെ സമ്മതിക്കുന്നു, അതൊക്കെ സമ്മതിച്ചു. ആയിക്കോട്ടെ, കിടന്ന് ഉരുളാതെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നേ. സബ്സ്ക്രൈബേഴ്സ് അല്ല. ശരി, അത് ആയിക്കോട്ടെ. നിങ്ങൾ ഉരുളാതെ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. നിങ്ങളുടെ ചാനലിനകത്ത് അനന്യ ഭട്ടിന്റെ ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്? ആ വീഡിയോയുടെ ലിങ്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം. 2 ദിവസം മുന്നത്തെ വീഡിയോ ഒന്ന് പോയി കണ്ടാ മതി. അതിൽ തന്നെ എഴുതിയ കാര്യം എനിക്ക് കാണണ്ട. ഞാൻ ചോദിച്ചത് അനന്യ ഭട്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന തലത്തിലുള്ള ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. പോട്ടെ, ഈ അനന്യ ഭട്ടിന് ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവില്ലേ? ഈ കോളേജിൽ പഠിക്കാൻ പോയ കുട്ടിക്ക് ആ കോളേജിൽ നിന്ന് ഒരു ഐഡന്റിറ്റി കാർഡ് കൊടുത്തിട്ടുണ്ടാവില്ലേ? അതെങ്കിലും ഉണ്ടോ കയ്യിൽ? എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റൂ. നീതി വേണ്ട മനാഫേ. ഈ സുജാത ഭട്ടിന്റെ മാനസികാവസ്ഥ എന്താണ് ഇപ്പൊ താങ്കളുടെ നമുക്ക് സുജാത ഭട്ടിനെ സഹായിക്കണം മനാഫേ. നമുക്ക് നീതി വാങ്ങിക്കൊടുക്കണം മനാഫേ. അവരുടെ മാനസികാവസ്ഥ എന്താണ്? അവര് ഹെൽത്തി ആണോ ഇപ്പോ? മനാഫേ, എനിക്ക് നീതി വാങ്ങി കൊടുക്കാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുകയാണ് ഞാൻ. പ്ലീസ്. അല്ല ബോസേ, ഞാൻ ചോദിക്കട്ടെ, ഈ ജനൻ ടിവിക്ക് 2 അവതാരകരാണോ ഉള്ളത്, അല്ല ഒരു അവതാരകരോ? അല്ല, നിങ്ങളിപ്പോ 450 മൃതദേഹം കുഴിച്ചിട്ടല്ലേ? ഇവിടെ 2 മര അവതാരകരല്ലേ ഉള്ളൂ. സാരല്ലേ, ക്ഷമിക്കും. 400-500 മൃതദേഹങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായി കണ്ടെത്തിയ ആളല്ലോ. 2 അവതാരകരെ നിങ്ങൾ ക്ഷമിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് തുടങ്ങിയത് മുതൽ ഞാൻ ചോദിക്കുന്ന യുവരാജ് ചോദിച്ച അതുപോലെ നൽകിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ചോദിച്ച ഒരു ഫോട്ടോ എങ്കിലും കാണിക്കൂ എന്നാണ് മനാഫിനോട് ചോദിച്ചത്. ഒരു ഫോട്ടോ അല്ല ചോദിച്ചത്, പൈസയൊന്നും അല്ലല്ലോ ചോദിച്ചത് മനാഫെ. ഫോട്ടോ എങ്കിലും കാണിച്ചൂടെ? താങ്കളുടെ വാദങ്ങൾ പിന്നെ എങ്ങനെ വിശ്വസിക്കും? വിട്, ഞങ്ങളുടെ കാര്യം വിട്. ഇത് കേൾക്കുന്ന സാധാരണക്കാർ എങ്ങനെ വിശ്വസിക്കും? അല്ല, നിങ്ങൾ 2 ആള് ആരെങ്കിലും ഒന്ന് തീരുമാനിക്കുക. ഞാൻ തീരുമാനിക്കാം. ഉറക്കം വരാത്ത അവസ്ഥയാണ് എനിക്ക്. ആ കുട്ടിയുടെ ഫോട്ടോയോ ഐഡന്റിറ്റി കാർഡോ എന്തെങ്കിലും ഒന്ന് തരൂ മനാഫെ. ഞാൻ നീതി വാങ്ങി തരാം മനാഫെ. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം തരൂ മനാഫെ. ഈ കുട്ടി എത്ര കാലം അവിടെ ജീവിച്ചിരുന്നു? ആ കുട്ടിയെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ആരുടെയെങ്കിലും ഒരു ടെസ്റ്റിമോണി, ആ കുട്ടിയുടെ കൂടെ പഠിച്ച ആൾക്കാരുടെ കോളേജിൽ ഒരു ID കാർഡ്, കോളേജിൽ അഡ്മിഷന്റെ എന്തെങ്കിലും പ്ലീസ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം താന്നേ, ഒരു ഫോട്ടോ ചോദിച്ചാൽ എന്തെങ്കിലും ഒരു തരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ, അവർക്ക് നീതി കിട്ടണമെന്ന ആഗ്രഹം മനാഫിനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അനന്യ ഭട്ടിന്റെ ഒരു ഫോട്ടോ കാണിക്കും. ഞാനിതാ ഒരു ഇടവേളയെടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് വരാം. അതിനിടയിൽ ഇത് സമയം അനുവദിച്ചിരിക്കുന്നു. താങ്കൾ ഒരു 2 മിനിറ്റ് കിട്ടും, അതിനിടയിൽ ഫോട്ടോ ഹാജരാക്കിയാൽ മതി. സുരേഷ്, ഒരു കാര്യം കൂടി. ഈ സുജാത ഭട്ടിന് മാവോയിസ്റ്റ് കണക്ഷൻ ഉണ്ട് എന്ന് അവരുടെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മിസ് ചെയ്തു, അത് പറഞ്ഞില്ല. അത് മാത്രമല്ല, ആക്ച്വലി സുജാത ഭട്ടിനെ പറ്റി എൻക്വയറി നടത്താൻ മഞ്ജുനാഥ് ഗൗഡ ഇന്ന് വൈകുന്നേരം ഉച്ചയായിട്ട് ഇവിടെ റിബൻപെറ്റിലെത്തി. റിബൻപെറ്റിൽ അവരുടെ കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ഈ പറയുന്ന ലേഡി ഭട്ട് അവിടുത്തെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പറായിട്ട് അവിടുത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആൾക്കാരുടെ പേരിൽ ലോൺ തിരിച്ചടച്ചിട്ടില്ല. ഇതാണ് ലേറ്റസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ SITയുടെ അവിടുന്ന് കിട്ടിക്കുന്നത്.
ഈ ലോൺ തിരിച്ചടയ്ക്കാത്തൊരു കേസ് അവരുടെ നേരെ, ഒന്നല്ല 3 കേസുകളുണ്ട് അവരുടെ നേരെ ഉണ്ട്. റിബൺ പെറ്റിലെത്താൻ കാരണം ഇതാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പ്രകാശ് ബാലിക ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, പ്രഭാകർ ബാലിക ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ കല്യാണവും കഴിച്ചിട്ടില്ല, ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരുന്നു. അവരുടെ ഓൺ റിലേറ്റീവ്സ് ഈ പറഞ്ഞ മാതിരി അവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് കുട്ടികളൊന്നുമില്ല. ഇവർക്കൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിൻ്റെ ഒരു സൗജന്യ കേസ് എന്നിട്ട് പണ്ട് മണിപ്പാലിൽ നടന്നൊരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സൗജന്യം അനന്യം ആയി മാറി ഒരു ഫേക്ക് കേസ് ഉണ്ടാക്കാൻ നോക്കിയത്. ഇവർക്ക് കാശ് ലോൺ തിരിച്ചടയ്ക്കാണ്ടായപ്പോൾ ഇവർ പരിഭ്രാന്തരായിട്ട് ഇവർ ആരൊക്കെയോ സമീപിച്ചു, അവരാരും ഇവരെ സഹായിച്ചില്ല. ആ ഒരു പ്രോബ്ലത്തിലാണ് ഇപ്പോൾ റിബൻപേട്ടിൽ എത്തിയ SIT ടീം അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇതാണ്. അനിൽ, ഇനിയും ഇതിൽ കുഴിച്ചുകൊണ്ട് പോയ ഇനിയും കുറേ ഡീറ്റെയിൽസ് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. ബിക്കോസ് ഇവരുടെ ക്യാരക്ടർ ഒരു ഷേഡി ക്യാരക്ടറാണെന്ന് പറഞ്ഞ മാതിരിയാണ്. പേഴ്സണൽ ക്യാരക്ടർ അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇവർ ഓരോ ഇത് കോമയിലായിരുന്നു 3 മാസം, ഒരു റെക്കോർഡും ഇല്ല. കംപ്ലീറ്റ് ആയിട്ടൊരു ഫാബ്രിക്കേറ്റഡ് കേസ് എന്നാണ് SITക്ക് ഇപ്പൊ കിട്ടിക്കുന്ന ലേറ്റസ്റ്റ്. ഇപ്പൊ മുനാഫ് എന്ന് ചോദിക്കുക SIT എൻ്റെ അടുത്ത് പറഞ്ഞു ആവശ്യമില്ല. SIT അവിടെ ചെല്ലുമ്പോൾ SIT വർത്താനം പറയുമ്പോൾ തൊട്ടപ്പുറത്ത് റിപ്പോർട്ടേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ. അപ്പോഴാണ് ഇവർ ചോദിച്ച് കണ്ടറിഞ്ഞത്. ഓക്കെ, ഏതായാലും മനാഫെ താങ്കൾ ശ്രദ്ധിക്കുക. കാരണം താങ്കളുടെ കസ്റ്റഡിയിലുള്ള ബോംബ് എപ്പോൾ വേണമെങ്കിൽ പൊട്ടും, മാവോയിസ്റ്റ് കണക്ഷൻ ഉണ്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. താങ്കൾ കെയർഫുള്ളായി ഇരിക്കുക. എന്തായാലും ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കാൻ സമയം ആയിരിക്കുന്നു. ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തിരശ്ശീലയിൽ പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഇത് ഏറ്റവും ചുരുങ്ങിയ വർഷം 100 ദിവസം ഓടിയേനെ. പക്ഷേ അതിന് വെളിയിൽ ഈ തിരക്കഥ പൊട്ടിപ്പാളീസായിരിക്കുകയാണ്. അതിഭാവുകത്വം കലർത്തിയത് ധർമ്മസ്ഥല എപ്പിസോഡ് അത് അസംഭവ്യവും അതുപോലെ അവിശ്വസനീയവും ആക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ നടക്കും. ഒരു പക്ഷേ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന മനാഫിനെതിരെ തന്നെ അന്വേഷണം വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.